നമുക്ക് ഭാഗവത കഥകളെ അനുസ്മരിക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാൻ നാമസ്വരൂപിയാണ്. അപ്പോൾ നമ്മൾ നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് കലികാലത്ത് ഭജിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവൻ പറയുകയാണ്, നാമം ചൊല്ലുന്ന സമയത്ത് നമ്മൾ കൈകളിങ്ങനെ അടിച്ച് താളം പിടിച്ച് നാമം ചൊല്ലിയാൽ നമ്മുടെ ദേഹത്തിലുള്ള പാപങ്ങളെല്ലാം പൊട്ടിത്തെറിച്ച് പോകുമത്രേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് കൈയടിക്കാതിരിക്കുന്ന ആളുണ്ടെങ്കിൽ അയാളുടെ ദേഹത്ത് ഇത് പറ്റി പിടിക്കില്ലേ? അപ്പോൾ നാമം ജപിക്കുമ്പോൾ എല്ലാവരും കൂട്ടമായിട്ട് താളം പിടിക്കണം. അപ്പോൾ ചിലവർ പിന്നെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമാവുമോ? നല്ല രീതിയിൽ ജപിക്കാൻ സാധിച്ചില്ലെങ്കിലോ? പിന്നെ മാത്രമല്ല, വായ തുറക്കൽ ഉച്ചയ്ക്കാവാം. 12:30 1 മണിയായി കഴിഞ്ഞാൽ പിന്നെ വായ തുറന്നാൽ അവിടേക്കുള്ള ഭോജനം കിട്ടുമല്ലോ. അങ്ങനെ വിചാരിക്കരുത്. നാമം ജപിക്കുമ്പോൾ ഉച്ചൈസ്തരം സ്വദേവൻ്റെ ഗുണപ്രകർഷം ഘോഷിച്ചും നമ്മുടെ ദേവീദേവന്മാരുടെ നാമങ്ങൾ കേൾക്കുമ്പോൾ ഭാഗവതം പറയുകയാണ്, അപുണ്യനാമാവലി ഉച്ചരിക്കേ കോരിത്തരിച്ചും മിഴിനീരണിഞ്ഞും വികാരവായ്പാലിലകാത്ത ചിത്തം ഇരുമ്പുകട്ടിക്കു സമാനമത്രേ. നാരദൻ പറയുന്നൊരു കാര്യമാണ്. ഭഗവാന്റെ നാമങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഭാരതീയനാണെങ്കിൽ ഉത്പുളകം വരണം എന്നാണ്. അപ്പോൾ നമ്മളെല്ലാം ഭാരതഖണ്ഡത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഭൂഖണ്ഡങ്ങളിൽ 14 ദ്വീപുകളിൽ വെച്ച് കർമ്മഭൂമിയായിട്ടുള്ളത് ഭാരതഖണ്ഡമാണ്. പ്രകാശിക്കുന്ന ഭൂമി ആയതുകൊണ്ടും ഭാരതത്തിൽ ആര്യാവർത്തം, ബ്രഹ്മാവർത്തം മുതലായിട്ടുള്ള പേരുകളുള്ള ഭൂമിക്ക് ഭാരതം എന്ന പേര് തന്നെ വന്നത് ഭാഗവതം പറയുകയാണ്. അജനാഭം ഇങ്ങനെയുള്ള പേരുകളെല്ലാം മാറി ആര്യാവർത്തം, ബ്രഹ്മാവർത്തം, അജനാഭം എന്നുള്ള പേരുകളെല്ലാം ആയിരുന്നു ഈ ഭൂമിക്ക്. പിന്നീടാണ് ഭാരതം എന്ന് വന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാരതഖണ്ഡത്തെ നമുക്ക് പുരാണത്തിൽ തന്നെ ഗഡ്വാങ്കൻ എന്നൊരു രാജഋഷി, അദ്ദേഹത്തിന് ഇനി ആയുസ് നൈമിഷികമാണ് എന്ന് പറഞ്ഞു. ദേവലോകത്തിരിക്കുകയാണ് അദ്ദേഹം പുണ്യം കൊണ്ട്. ദേവേന്ദ്രൻ പറഞ്ഞപ്പോൾ ഒട്ടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഭാരതഖണ്ഡത്തിൽ വന്ന് ദേഹം ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചു. എന്താണ് കാരണം? ഭാരതഖണ്ഡം കർമ്മഭൂമിയാണ്. അപ്പോൾ അതുകൊണ്ട് കർമ്മ പവിത്രത വരുത്തണമെങ്കിൽ ഭോഗഭൂമികളല്ലാത്ത ഭൂമിയിൽ നമ്മൾ ജനിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയിലാണ് നമ്മൾ ജനിച്ചത്. നമുക്ക് സതുപദേശം നൽകാൻ ദാർശനികന്മാരായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, ഇങ്ങ് ഭാരതത്തിൻ്റെ മുഴുവൻ സ്വാമി വിവേകാനന്ദനെ പോലെ പ്രാദേശികമായും അല്ലാതെയും അനേക ആചാര്യ ശ്രേഷ്ഠന്മാർ നമുക്ക് നല്ല സദ്വചനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും എല്ലാം നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. ഒന്ന്, ഭാരതീയ പൈതൃകം തെറ്റാണ് എന്നറിയാൻ വേണ്ടി പഠിക്കുക. ഇനി അതല്ലെങ്കിലോ ഇത് ശരിയാണ്, ജീവിതത്തിൽ സ്വാംശീകരിക്കാം എന്നാലോചിക്കാൻ വേണ്ടി പഠിക്കുക. ഏതിനാണെങ്കിലും നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. അപ്പം അതുകൊണ്ട് ജന്മം സഫലമായോർക്കേ ഈശ്വരനിൽ ശ്രദ്ധ വന്നിടൂ, ജന്മസാങ്കര്യമാർന്നോർക്കോ കൈവരാ ഭക്തിദേവനിൽ. അപ്പം ജന്മസാഫല്യമാണ് ഭഗവാനെ ആശ്രയിക്കാൻ, ഭഗവാനെ പൂജിക്കാൻ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ. ശ്രീമദ് ഭാഗവതം തന്നെ പറയുകയാണ് നമുക്ക്, നമ്മുടെ നാവുകൾ തവളകളുടെ നാവ് പോലെ ആവരുത്. എന്താണ് കാരണം? തവള എപ്പോഴും ഇങ്ങനെ നാവ് നീട്ടി പുറത്തേക്ക് വയ്ക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും പാറ്റകളെല്ലാം പറന്നു പോകുമ്പോൾ തൻ്റെ നാവിലുള്ള പശയുടെ മുകളിൽ അവരുടെ ചിറകൊട്ടിക്കഴിഞ്ഞാൽ താൻ അകത്തോട്ട് വലിക്കും. അപ്പോൾ നാവുണ്ടായിട്ട് ഭക്ഷണം കഴിക്കൽ മാത്രമാണോ? എഴുത്തച്ഛൻ പറയുകയാണ്, എഴുത്തച്ഛൻ മലയാളത്തിലാണ് രാമായണം എഴുതിയെന്നൊക്കെയാണ് പറയുക അല്ലേ കിളിപ്പാട്ടിൽ. പക്ഷേ എത്രയോ സംസ്കൃത പദങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചക്ഷുശ്രവണകളസ്തമം ദർദുരം ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്നതുപോലെ. എവിടെയാണ് അതിൽ മലയാള പദമുള്ളത്? ചക്ഷുശ്രവണകളസ്തമം ദർദുരം ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്നതുപോലെ. കുഞ്ചനമ്പ്യാർ മണിപ്രവാളം എഴുതുമ്പോൾ എങ്ങനെയാണ്? ഒരു പകുതി സംസ്കൃത ശ്ലോകം, ഒരു പകുതി മലയാള ശ്ലോകം. അത് സാധാരണ മണിയും പ്രവാളവും ചേരുന്നത് പോലെയാണ്. നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. പക്ഷെ അദ്ദേഹം കുഞ്ചനമ്പ്യാർ ശ്രീകൃഷ്ണവധമൊക്കെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? കംസൻ്റെ മാറത്ത് കയറിയിരുന്ന് വാളെടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ കഴുത്ത് വെട്ടി എന്നൊക്കെയാണ് മണിപ്രവാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ എങ്ങനെയായാലും കംസവധം നടന്നു. ശ്രീമദ് ഭാഗവത്തിൽ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് കേട്ടോ. എട്ടാശ പൊട്ടും വിധവും എന്ന് പറഞ്ഞതുപോലെ ആ ഭഗവാൻ ഉദാഹരണം എന്ന പ്രാണൻ്റെ സ്ഥാനമാണ്. അത് തൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് വന്ന് പതിച്ച സമയത്ത് ഹൃദയം ഭേദിച്ചുകൊണ്ട് കംസൻ അവിടെ തന്നെ ഇല്ലാണ്ടായി. അപ്പോൾ അങ്ങനെ പുരാണ പ്രവക്താക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ പുരാണത്തിലെ കഥാഭാഗങ്ങൾ എടുത്തെഴുതുന്നവർ
തൻ്റെ മനസ്സിലുണ്ടാവുന്ന ഭാവനയനുസരിച്ച് കവിത്വമനുസരിച്ച് പല രീതിയിലും പറയും. സാധാരണ നമ്മളെല്ലാം ചാക്യാർ കൂത്തെല്ലാം നടത്തുമ്പോൾ ക്ഷേത്രകലകളിൽ അതിലെല്ലാം വളരെ രസപ്രധാനമായിട്ടുള്ള കഥകളാണ് ഉണ്ടാവുക, അല്ലേ? വളരെ രസിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചിരിപ്പിക്കും. അതിലുള്ള കഥാപാത്രങ്ങളുടെ അഭിനയങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അതെല്ലാം ആനുകാലികമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. അതെങ്ങനെയാണ്? മേൽപ്പത്തൂരിനെ പോലെയുള്ളവർ പുരാണ രചനയെല്ലാം നാരായണീയമെല്ലാം എഴുതി അദ്ദേഹം തന്നെ അനേകം പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രബന്ധങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്? അദ്ദേഹം ഈ ചാക്യാന്മാർക്ക്, ഒട്ടൻതുള്ളരുകാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുരാണ കഥകളെ അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ശൈലിയാണ്. അപ്പോൾ നമ്മൾ തമാശ പറയലോ അതല്ലെങ്കിൽ രസപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കലോ അല്ല നമ്മുടെ ആധ്യാത്മികമായ ചക്ഷുസ് തുറക്കുന്നതായിട്ടുള്ള ശ്രീമദ് ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ. അപ്പോൾ അത് നമ്മളെ വളരെ തീവ്രമായ അല്ലെങ്കിൽ വളരെ ഗഹനമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ അറിയണമെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റമുണ്ട്. എങ്ങനെയാണ്? നമ്മളൊരു ഡോക്ടറാവണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ നമ്മൾ സീറ്റ് കിട്ടി പഠിച്ച് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ കൂടെ നടന്ന് പഠിച്ച് അനുഭവജ്ഞാനമുള്ളവരായി മാറുമ്പോഴാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് പഠിച്ച് ഡോക്ടറാവുക, അല്ലേ? ആധുനികമായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്, അതല്ലെങ്കിൽ അതിനുള്ള ഉപയോഗിക്കുന്ന രീതികളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും സർജറി ചെയ്യാറുണ്ടോ? ആരെങ്കിലും ചികിത്സ നടത്താറുണ്ടോ? അത് ചെയ്യില്ല, അല്ലേ? അതെന്താണ് കാരണം? അത് കൂടെ നടന്ന് പഠിച്ച് അനുഭവജ്ഞാനമുള്ളവരുടെ കൂടെ പഠിക്കണം. അതുപോലെയാണ് ഭാരതഋഷിമാർ നമുക്ക് വേണ്ടി അവരെന്താണ് പറയുക? അവരുടെ ഗുരുകുലത്തിൽ വരുന്നവരെ അന്തേവാസികൾ, അവരുടെ അന്തരംഗത്തിൽ വസിക്കുന്നവരാണ്. ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ അന്തരംഗത്തിൽ വസിക്കുന്നവരാണ്. അങ്ങനെ അന്തരംഗത്തിൽ വസിക്കുന്നവരായതുകൊണ്ടാണ് അവർ ആഴി ചൂഴുന്നൊരീ ഭൂമി ധനപൂർണം കൊടുക്കിലും ഈ ദാനം എത്രയോ താഴെ ബ്രഹ്മവിദ്യ അതുല്യമാം. നമുക്കെല്ലാവർക്കും ഭൂമണ്ഡലത്തിൽ അനേക ഗുരുക്കന്മാരെ ലഭിക്കും, അല്ലേ? ഓരോരുത്തരും ഓരോ സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും. ജീവിതം നമ്മളെ അനുഭവം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ലോകത്തെ കാണുന്ന രീതി എങ്ങനെയാണോ അതനുസരിച്ചാണ്. നമ്മളെങ്ങനെ വീക്ഷിക്കുന്നോ അതാണ് നമ്മുടെ ലോകം. മനുഷ്യൻ്റെ അളവ് പോലും വെച്ചിട്ടാണ് എല്ലാറ്റിനെയും അളക്കുക. നമ്മുടെ പോലെ മനസ്സ്, നമ്മുടെ പോലെ ശരീരം. ഈശ്വരനും അങ്ങനെയാണ് നമ്മുടെ വിചാരം. പക്ഷേ ഈശ്വരൻ അങ്ങനെയല്ല. അത് ഭഗവാൻ തന്നെ പറയുകയാണ്, എന്നെ അത്ഭുതമായിട്ടും പല രീതിയിലും പലരും പറയും ഞാൻ അത്ഭുതവുമല്ല ആശ്ചര്യവുമല്ല അർജുന, ഞാൻ അനന്യനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിലെല്ലാം നമ്മൾ അതുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നേതി എന്ന നെഗേഷനാണ് ശ്രുതികളിലെല്ലാം കാണുക. അതായത് അതില്ല എന്ന് പറയുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം മൃത്യുവുള്ളവരാണ് എന്ന് പറയുമ്പോൾ അവർ പറയും അമൃതം അല്ല, മരണത്തെ മറികടക്കാൻ പറ്റുന്നതായിട്ടുള്ള അമൃതഭാവമുണ്ട്. നമ്മളെല്ലാം ഭേദബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് നമുക്ക് ഭയമുള്ളവരാണ്. നമ്മളും അന്യവും എന്നുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭേദബുദ്ധിയുള്ളത് കൊണ്ട് എന്താണ്? ഭയമുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് അല്ല, അഭയം. പിന്നെ അത് പറയുകയാണ് നമ്മൾ അന്യത്തിലാണ് ഭോഗം തേടുക, മറ്റൊന്നിലാണ് നമ്മുടെ സൗഖ്യം തേടുക. കസ്തൂരി മൃഗം തൻ്റെ കസ്തൂരിയുടെ സുഗന്ധം തൻ്റെ നാഭിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടെയാണ് കസ്തൂരി സുഗന്ധം എന്ന് അന്വേഷിക്കുന്നത് പോലെ നമ്മൾ പുറത്തേക്കാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കവാടങ്ങളെല്ലാം തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാഹ്യത്തിൽ നിന്ന് നേടുന്നതാണ് വിചാരിക്കും. സത്യത്തിൽ അങ്ങനെയല്ല. അനന്യം, അങ്ങനെ അഭയമെന്നും അമൃതമെന്നും അനന്യമെന്നും ഉള്ള ഭാവങ്ങളിലൂടെയാണ് അവർ നമ്മൾക്ക് ഉപദേശങ്ങൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ്? ഭഗവാൻ പറയുന്നില്ലേ, അനന്യാശ്ചിന്തയം തോമായേജനാ പര്യുപാസതേ ശേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. ഞാൻ എന്നെ ആരാണോ അനന്യചിത്തനായിട്ട് ഉപാസിക്കുന്നത്, നമ്മളിൽ നിന്ന് അന്യമല്ലാത്ത രീതിയിൽ. ഇന്നലെ ഗോപികമാരുടെ ഭക്തി കണ്ടില്ലേ? നമ്മൾ ഗോപികമാരുടെ രാസപഞ്ചാധ്യായിലെ ഓരോരുത്തരും അവർ ശ്രീകൃഷ്ണനാവും, ഓരോരുത്തരും അവർ ഗോവർദ്ധനോദ്ധാരണം ചെയ്യും, ഓരോരുത്തരും അവർ കാളിനർദ്ദനം ചെയ്യും. അങ്ങനെ അവരിൽ അന്യമല്ലാത്ത രീതിയിൽ ഭഗവാൻ പ്രകാശിച്ചു. അതാണ് പരാഭക്തി എന്ന് പറയുന്നത്. താനും അന്യവുമല്ല എന്നുള്ള ഈശ്വരനായിട്ട് ഒന്നായി തീരുക. അങ്ങനെ ഒരു ഭക്തിയുടെ ഭാവത്തെ പറയുന്നതാണ് ശ്രീമദ് ഭാഗവതം. അപ്പം അതുകൊണ്ടാണ് അത് യോഗീശ്വരന്മാരായിട്ടുള്ളവർ പോലും തൻ്റെ ഹൃദയഗ്രന്ഥി ഭേദനത്തിനായിട്ട് ഉപാസിക്കുന്നതാണ് രാസമഞ്ചാധ്യായി എന്ന് പറയുന്നത്. ഈ 5 അധ്യായങ്ങളെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാഹ. അങ്ങനെയാണ് നമുക്ക് കർമ്മം ക്ഷയിപ്പിക്കാനുള്ള വഴി. അപ്പം അതിനെ യോഗീശ്വരന്മാർ പോലും എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് പ്രമാണം തത്ര ഗോപികാഹ എന്ന് പറഞ്ഞതുപോലെ ഗോപികമാരുടെ ഭക്തിയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തെ നമ്മളെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഭക്തിയോടുകൂടിയിട്ടാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് രസിക്കാനോ തമാശയ്ക്കോ കഥ പറയാനോ ചിരിക്കാനോ നമ്മുടെ ലൗകിക ജീവിത വിഷയങ്ങളെയൊന്നും ആനുകാലികമായിട്ട് അനുവർത്തിക്കുന്നതോ ആയിട്ടല്ല കാണേണ്ടത്. അതൊരു മോക്ഷശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം കിട്ടേണ്ടതല്ല,
ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അനുഭവവേദ്യമാക്കുന്നതായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് മനുഷ്യനായാലേ സാധിക്കുള്ളൂ, അല്ലാത്ത കാലത്ത് പറ്റില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് വേണ്ടി അവതാരം എന്നാണ് ഭഗവാനെ പറയുക അല്ലേ. അവ എന്ന് പറഞ്ഞാൽ താഴോട്ട്, താരം എന്നാൽ ജ്യോതിസ്വരൂപം. അപ്പോൾ ഭഗവാൻ തൻ്റെ പരിപൂർണതമനായിട്ടുള്ള ഭഗവാൻ ഒരു വ്യഷ്ട്യാത്മകനായിട്ട് ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ഭോക്തൃഭാവവും തൻ്റെ ഭോജ്യഭാവവും തന്നിൽ പ്രതിഷ്ഠിതമാണ് എന്നുള്ള അവസ്ഥ അറിയാവുന്ന ഭഗവാൻ എന്ത് ചെയ്തു? താനും അന്യവുമാണ് എന്നുള്ളതുപോലെ ഒരു നാടകമാടി. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാൻ നമ്മുടേതാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഭഗവാൻ പറയുകയാണ്, എനിക്ക് ഉപേക്ഷനില്ല, ആദരണീയനില്ല, എനിക്ക് പ്രിയനില്ല, എനിക്ക് വിരോധിയില്ല, അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താ കാരണം? നമുക്ക് ശരീരം എന്നത് അസ്തിത്വം മുതൽ ജീർണത എന്നുള്ള അവസ്ഥ വരെ പോകുമ്പോൾ ഈ ശരീരമാണ് നമുക്ക് പ്രതിഷ്ഠ എല്ലാ ലോകങ്ങളും അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശരീരം ഇരിക്കുന്ന സമയം സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കണം, ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കണം. 125 വയസ്സായ സമയത്തും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രായമായ വൃദ്ധനായിട്ടല്ല കാണുന്നത്. ദേവന്മാർ പോലും പ്രകീർത്തിക്കുകയാണ്. അതെന്താണ്? അത്ര വർഷം ഇരുന്നിട്ടും 125 വർഷത്തെ ജീവിതത്തെ ഭഗവാൻ 121 അധ്യായങ്ങളായിട്ടാണ്, 90, 31 ദശമസ്കന്ധവും ഏകാദശസ്കന്ധവും അങ്ങനെ 121 അധ്യായങ്ങളിലൂടെയാണ് ഭഗവാന്റെ തിരോധാനം വരെയുള്ള, ജനനം മുതൽ തിരോധാനം വരെയുള്ള കാര്യങ്ങളെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ടി ഭഗവാൻ താരസ്വരൂപിയായി, ജ്യോതിസ്വരൂപിയായി, വാഗ്മയീ സ്വരൂപിയായി നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ജനിച്ച് ജീവിച്ച് കടന്നു പോകുമ്പോൾ എന്താണ് ശേഷിക്കുന്നത്? നമ്മൾ പറയില്ലേ, ഒന്നും കൊണ്ടുപോകാനില്ല എന്ന്. എല്ലാവർക്കും കൊണ്ടുപോകാനുണ്ട്. എന്താ കൊണ്ടുപോകാൻ സാധിക്കുക? മഹാഭാരതത്തിലെ വേദവ്യാസൻ പറയുകയാണ്, ധർമ്മമാണ് നിങ്ങളുടെ കൂടെ അനുഗമിക്കുക എന്ന് പറയുകയാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ വിചാരിക്കുക? യാചകന്മാരായിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ദ്രവ്യം അല്ലേ? ഭിക്ഷക്കാരൊക്കെ മുന്നിൽ വരുമ്പോൾ ഞാൻ ധർമ്മം കൊടുത്തു എന്ന് പറയില്ലേ? കൊടുക്കാൻ വല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ധർമ്മം മാത്രമേ ഉള്ളൂ. ധർമ്മം ആചരിക്കാനുള്ളതാണ്. പക്ഷേ ഭിക്ഷാചര്യം ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഭൈക്ഷ്യം എന്നുള്ള പദം യോഗീശ്വരന്മാരെ, സന്യാസിമാരെ പോലുള്ള സർവസംഘ പരിത്യാഗികൾ വരുമ്പോൾ അവരുടെ മുന്നിൽ കാഴ്ചവെക്കുന്നതാണ്. അവർക്ക് ഒന്നിനോടും പ്രിയമില്ല, ഒന്നിനോടും അനിഷ്ടവുമില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് നമ്മൾ ശ്രേഷ്ഠമായിട്ടാണ് കൊടുക്കുക. ഇഷ്ടാനിഷ്ടങ്ങളുള്ള ആൾക്ക് ഇഷ്ടം കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടവുമില്ല, അനിഷ്ടവുമില്ല. അങ്ങനെ ലോകത്ത് സഞ്ചരിക്കുന്നതായിട്ടുള്ളവർ അവരെന്താണ് ഭഗവാൻ പറയുന്നത്? കുടീചകന്മാർ എന്ന് പറയുന്നത് കുടിൽ കെട്ടി സഞ്ചരിക്കുന്നവർ. ബഹൂതകന്മാർ സഞ്ചരിച്ചുകൊണ്ടേ ലോകത്തെ ഉദ്ധരിക്കുന്നവർ. ബഹൂതകന്മാരെങ്ങനെയാണ്? സതരതി സതാരയതി ഉപനിഷത്ത് പറയുകയാണ്. അപ്പോൾ കടന്നു പോകുമ്പോൾ ഒരു വൃക്ഷം കടപുഴകി വീഴുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ളതായിട്ടുള്ള ചെറിയ പുല്ലുകൾ അത് ഒഴുകി വേഗം സമുദ്രത്തിലെത്തും. പക്ഷെ ആ വൃക്ഷം പോകണമെങ്കിലോ പതുക്കേലേ പോകുള്ളൂ. ഇതുപോലെയാണ് തന്നെ ആരാണോ അനുഗമിക്കുന്നത് അവരെ മുമ്പേ കടത്തിവിടും. അവരെ അച്ഛതി കടത്തിവിടും എന്ന് പറയുകയാണ്. അങ്ങനെ അവർ പതുക്കേ പോകുള്ളൂ. സതരതി സതാരയതി. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവനെ സംഗമിച്ചതായിട്ടുള്ള നരേന്ദ്രൻ കുറച്ചു കാലം ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ ഭാരതത്തിന് വലിയ മന്ത്രങ്ങളെല്ലാം ഉദ്ഘോഷിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണെന്ത്? കഠോപനിഷത്ത്. ആചാര്യനായിട്ടുള്ള നമ്മുടെ വിവേകാനന്ദ സ്വാമിയെ കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ? ഹിന്ദുക്കളായിട്ട് സ്വാമി വിവേകാനന്ദനെ കേൾക്കാത്തവരുണ്ടോ? ഇല്ല, എല്ലാവരും കേട്ടവരാ. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമ്മയോട് എപ്പോഴും പറയും, എന്ത്? അമ്മേ, എനിക്ക് നമ്മുടെ വീട്ടിലത്തെ വണ്ടിക്കാരനെ പോലെ ഡ്രൈവർ ആവണം കേട്ടോ. അച്ഛനെ കുതിരവണ്ടിയിലാണ് കോടതിയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടിക്കാരനാവണം. അപ്പോൾ എപ്പോഴും വണ്ടിക്കാരനാവണം എന്ന് പറയുമ്പോൾ അമ്മ ഒരു ദിവസം തൻ്റെ പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു. വണ്ടിക്കാരനാവുകയാണെങ്കിൽ ഇതാ ഈ രഥമോടിക്കുന്ന വണ്ടിക്കാരനെ കണ്ടില്ലേ? അർജുനൻ്റെ സാരഥിയായിട്ടുള്ള പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതേപോലെ വണ്ടിക്കാരനാവണം. അപ്പോൾ അമ്മമാരല്ലേ പഠിപ്പിക്കുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ നയിച്ചതുപോലെ ഭാരതത്തെ മുഴുവൻ നയിക്കാൻ വേണ്ടി വന്ന ആളല്ലേ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കഠോപനിഷത്ത്. എല്ലാം ഇഷ്ടമാണ്, പക്ഷേ എങ്കിലും കഠോപനിഷത്ത് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കഠോപനിഷത്തിലെ നചികേതസിൻ്റെ ശ്രദ്ധയെ പറയും. ആരാണ് നചികേതസ്? വാജശ്രവസിൻ്റെ പുത്രനാണ്. വാജശ്രവസഹ സർവവേദസാം എന്നാണ് പറയുന്നത്. സർവജ്ഞാനവുമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം യാഗം ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള പരിപക്വമായിട്ടുള്ള പരിണിത ഫലങ്ങൾക്ക് കൊടുക്കുന്ന ദാനദ്രവ്യങ്ങൾ എന്താണ്? അവസാനത്തെ പുല്ല് കഴിച്ചിട്ടുള്ള പശു, അവസാനത്തെ വെള്ളം കഴിച്ചിട്ടുള്ള പശു, അവസാനത്തെ പാല് തന്നിട്ടുള്ള പശു, അവരെയൊക്കെ ദാനം ചെയ്തിട്ട് അച്ഛൻ എന്ത് ലോകമാണ് കിട്ടുക എന്ന് വിചാരിക്കുകയാണ് മകൻ. അങ്ങനെ നചികേതസ് ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? പറഞ്ഞു, നിന്നെ ഞാൻ യമന് കൊടുക്കുകയാണ്. യമം എന്ന പദം കേട്ടപ്പോൾ തൻ്റെ ഉള്ളിൽ അറിയാതൊരു ഇൻഡ്യൂഷൻ വന്നു. തൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തന്നെ ഉപനിഷത്ത് പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ അച്ഛൻ
പുരുഷബീജം ജനിച്ച തന്നോട് അങ്ങനെ പറഞ്ഞതായിട്ടുള്ള വാക്ക് കേട്ട് യമൻ്റെ അടുത്തേക്കല്ലേ എല്ലാവരും പോവുക. നമ്മളെല്ലാം മഹാദേവനെ ഉപാസിച്ചാലും ഉപാസിച്ചില്ലെങ്കിലും മഹാദേവൻ എവിടെയായിരിക്കുക? ശ്മശാനവാസി എന്ന് പറയുക അല്ലേ ഭഗവാനെ. മഹാദേവൻ ശ്മശാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോകാണ്ട് ആർക്കും രക്ഷയില്ല. അതുപോലെ യമൻ എന്ന പദത്തിലാണ് എല്ലാവരും എത്തുക അല്ലേ. എത്ര കേശാലങ്കാരങ്ങൾ ചെയ്താലും, എത്ര വസ്ത്രാലങ്കാരങ്ങൾ ചെയ്താലും, എത്ര ഭൗതികമായിട്ടുള്ള ദേഹത്തിനെ പുഷ്ടിപ്പെടുത്തിയാലും ഇതെല്ലാം ഉപേക്ഷിക്കും. എന്നിട്ട് എവിടെ പോകും? ശ്മശാനത്തിൽ കൊണ്ടുപോയി വയ്ക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും ആര്? മഹാദേവൻ. അപ്പോൾ അങ്ങനെ അതുപോലെയാണ് യമപദത്തിൽ എത്താണ്ട് ആർക്കും രക്ഷയില്ല. അപ്പോൾ ജനിച്ച് ജീവിച്ച് കടന്നു പോകുമ്പോൾ ആ യമപദത്തിലെത്തുമ്പോൾ യമൻ്റെ ഗുണങ്ങളെ പറയുകയാണ്. ആരാണ് യമം അനുഷ്ഠിക്കുന്നത്? അഹിംസ, സത്യം, അസ്തേയം, ദയാ, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ഇങ്ങനെ 10 കൂട്ടം കാര്യങ്ങളാണ് യമത്തെ പറയുന്നത്. നമ്മളെല്ലാം അഷ്ടാംഗ യോഗം എന്ന് പറയുന്നതായിട്ടുള്ള യോഗചര്യ അനുഷ്ഠിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ പടികൾ എന്താണ്? യമമെന്നും നിയമമെന്നുമുള്ള കാര്യങ്ങളാണ്. ഈ യമനിയമങ്ങളെ അനുഷ്ഠിക്കാനാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? നമുക്ക് പ്രാണായാമമെന്നും പ്രത്യാഹാരമെന്നും ധാരണയെന്നും ഭൂതശുദ്ധി എന്നും പറയുന്നതായിട്ടുള്ള മറ്റംഗങ്ങൾ. ഈ 8 അംഗങ്ങളിൽ ആദ്യത്തെ അംഗങ്ങൾ ഏതാണ്? യമം എന്നതും നിയമം എന്നതുമാണ്. അപ്പോൾ നിയമം എന്താണ്? തപസ്സാസ്തിക്യ, സന്തോഷം, ദാനം, പൂജ, സിദ്ധാന്ത ശ്രവണങ്ങളും അതെല്ലാം നമ്മുടെ നിയമാദികളിൽപ്പെടും. അപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? വാചികമായ മാനസികമായിട്ടുള്ള തപസ്സുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വാചികമായിട്ടുള്ള തപസ് എന്ന് പറഞ്ഞാൽ വാക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കുക, മാനസികമായിട്ടുള്ളത് മനസ്സിലെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുക, ആഹാരത്തിൽ നിയന്ത്രണങ്ങൾ വയ്ക്കുക, ശരീരഭാഗങ്ങളെ ഇങ്ങനെ എപ്പോഴും ഒടിച്ചു കുത്തി ഒരു ഇതിലും ഉത്സാഹമില്ലാണ്ട് അങ്ങനെ കഴിയാതെ ഊർജ്ജസ്വലരായിട്ടിരിക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് നിയമാദികളിൽപ്പെട്ടതാണ്. പിന്നെ മാത്രമല്ല സിദ്ധാന്ത ശ്രവണം, അതെന്താണ്? ഉപനിഷത്ത് വചനങ്ങളെയൊക്കെ എപ്പോഴെങ്കിലും നമ്മളൊന്ന് പഠിക്കുക. നമ്മുടെ കുട്ടികൾക്ക് മംഗള പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് ഋഷീശ്വരന്മാർ ഉപനിഷത്തിൽ ഏറ്റവും ആദ്യം മംഗളാചരണം ചെയ്യും. ആ മംഗളപ്രാർത്ഥന എല്ലാ ഗ്രന്ഥങ്ങൾക്കുമുണ്ട്. ആ ഗ്രന്ഥത്തിൽ എന്താണോ പറയുന്നത് ആ പ്രതിപാദ്യ വിഷയത്തെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപനിഷത്തുകളിലെല്ലാം എന്താണ്? പ്രാണൻ എന്ന അവസ്ഥയെക്കുറിച്ച് പറയാനാണ് പറയുക. അപ്പോൾ മാണ്ഡോക്യം എന്ന് പറയുന്നതായിട്ടുള്ള പ്രണവത്തെക്കുറിച്ച് പറയുന്നതായിട്ടുള്ളൊരു ഉപനിഷത്തുണ്ട്. അതിൽ പറയുന്ന അനേക മന്ത്രങ്ങളിലൊന്നാണ് ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷപ്രജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സസ്തനോഭിർവിഷേമ ദേവഹിതം വിദായു സ്വസ്തിന ഇന്ദ്രോ വൃദ്രശ്രവാ സ്വസ്തിന പൂഷാ വിശ്വവേദ സ്വസ്തിന താക്ഷോ വരിഷ്ഠനേമി സ്വസ്തിനോ ബൃഹസ്പതിർദദാതു. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു മന്ത്രമാണ്. എന്താണ് ഈ മന്ത്രത്തിൻ്റെ മലയാള രൂപം? എൻ്റെ ഗുരുനാഥൻ ടി ശിവശങ്കരൻ നായർ അദ്ദേഹം 10 ഉപനിഷത്തുക്കൾക്കും ഭഗവത്ഗീതയ്ക്കും വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ മന്ത്രത്തിന് മലയാളത്തിൽ ചെവിയിൽ കേൾപ്പതെല്ലാതും കൺകളാൽ കാൺമതൊക്കെയും മംഗളമായി ഭവിപ്പാനായി ദേവന്മാരെ തുണയ്ക്കണം. ഉറച്ച മെയ്കളാൽ ഞങ്ങൾ ആയുഷ്കാലം മുഴുക്കയും ദേവകാര്യാർത്ഥമായി തീർക്കാൻ ദേവന്മാരെ തുണയ്ക്കണം. എല്ലാം കാണുന്ന പൂഷാവേ മഘവൻ കീർത്തിശാലിനെ അരിഷ്ടങ്ങൾ നീക്കും ഗരുഡ ദേവാചാര്യ ബൃഹസ്പതേ ഞങ്ങൾക്കു സ്വസ്തി നൽകണേ ജീവിതം ശാന്തമാകണേ. എത്ര നല്ല പ്രാർത്ഥനയാലേ. നമുക്ക് സംസ്കൃതത്തിൽ ഇപ്പോൾ മനസ്സിലായില്ല, മലയാളത്തിൽ ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ചെവിയിൽ കേൾപ്പതെല്ലാതും പശ്യേമക്ഷഭിർജത്രാഃ കൺകളാൽ കാൺമതൊക്കെയും. അങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, ഇതിനെ പല പ്രകാരത്തിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു ചെയ്വതതു നാരായണർച്ചനകൾ, യാതൊന്നു ചൊൽവതതു നാരായണ സ്തുതികൾ, യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. അതേപോലെ ശങ്കരാചാര്യ സൗന്ദര്യലഹരി പറയും ജപോ ജൽപ ശില്പ സകലപി മുദ്രാ വിരചന ഗതി പ്രാദക്ഷണ്യക്രമണവചനദ്യാകുതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശാസപര്യാപര്യായസ്തവതു എന്മേ വിലസിതം. എന്താ അങ്ങനെ സൗന്ദര്യലഹരി പറയാൻ കാരണം? താൻ പറയുന്നതെല്ലാം അവിടത്തേക്ക് പൂജാവിധാനത്തിലുള്ള മന്ത്രങ്ങളായി തീരണേ. വർത്തമാനം പറയുമ്പോൾ മന്ത്രശബ്ദങ്ങളാവണേ. പിന്നൊന്ന് പറയുകയാണ് ജപോ ജൽപശില്പം സകലമഭിമുദ്രാ വിരചന. താൻ കാണിക്കുന്നതെല്ലാം അവിടത്തേക്കുള്ള പൂജാവിധിക്കുള്ള മുദ്രകളായിത്തീരണേ. താൻ നടക്കുന്നത് പ്രദക്ഷിണമാകണേ, താൻ കിടക്കുന്നത് നമസ്കാരമാകണേ, താൻ കഴിക്കുന്നത് ക്രമണവശനദ്യാഹുതിവിധി അത് നിവേദ്യമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കഴിക്കാൻ സാധിക്കണേ. ഇങ്ങനെ ഈശ്വരാർപ്പണ പരം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഋഷിമാരും പല പ്രകാരത്തിലും ഒരേ കാര്യത്തെ പറഞ്ഞിട്ടുണ്ട്. ഭാരത ഋഷിമാർ ആദ്യം ഉപനിഷത്തിൻ്റെ മംഗളപ്രാർത്ഥനകൾ വെച്ച മന്ത്രമാണ് ചെവിയിൽ കേൾപ്പതെല്ലാതും കൺകളാൽ കാൺമതൊക്കെയും മംഗളമായി ഭവിപ്പാനായി
ദേവന്മാരെ തുണയ്ക്കണം. സ്ഥിരൈരംഗൈസ്തുഷ്ടുമാം സസ്തനോപേർവശേമ ദേവഹിതം യഥായോ. എന്താണ് അവർ പറയാൻ കാരണം? ഉറച്ച മെയ്കളാൽ ഞങ്ങളുടെ ഉറച്ച ശരീരം കൊണ്ട് ആയുഷ്കാലം മുഴുക്കയും ദേവകാര്യാർത്ഥമായി തീർക്കാൻ ദേവന്മാരെ തുണയ്ക്കണം. പിന്നെ പറയുകയാണ്, എല്ലാം കാണുന്ന പൂഷാവേ. സൂര്യൻ്റെ പര്യായ പദമാണ് പൂഷാവ്. നമ്മുടെ ചക്ഷുസ്, അക്ഷി എന്ന് പറയുന്നത് സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാം കാണുന്ന പൂഷാവേ. ഭഗവാൻ സൂര്യഭഗവാൻ ഉദിക്കുമ്പോഴാണ് ലോകത്തെ സർവ്വതും പ്രകാശിക്കുന്നത്. നമുക്കും ഉണർവ് വരുമ്പോൾ നമ്മൾ കൺമിഴിക്കുമ്പോഴാണ് എല്ലാം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ഇന്ദ്രിയം ഉപനിഷത്ത് പറയുകയാണ് ചക്ഷുപ്രഥമ. അപ്പോഴാണ് നമുക്ക് രൂപം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ചക്ഷുസ്സാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല കാഴ്ചയാലും കേൾവിയാലുമാണ് ലോകത്തെ മുഴുവൻ നമ്മളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ വളരെ ശ്രേഷ്ഠമാണ് കണ്ണും കാതും എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂര്യഭഗവാനെ പോലെ കർമ്മസാക്ഷിയായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ പറയുകയാണ്, സൂര്യഭഗവാനെ സ്തുതിക്കുമ്പോൾ മഖവൻ കീർത്തിശാലിനെ. ആരാണ് പിന്നീട്? ഇന്ദ്രൻ. യജ്ഞക്രിയകൾക്ക് മുഴുവൻ നാഥനായിട്ടുള്ള ആളാണ്. അതായത് പുരാണത്തിലെ ഇന്ദ്രൻ്റെ പോലെയല്ല വൈദിക സാഹിത്യങ്ങളിലും ഉപനിഷത്തുകളിലും ഇന്ദ്രനെ പറയുക. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക സ്ത്രീലംബരനെ പോലെ ദേവലോകത്ത് ദർബാർ ഹാളിൽ സ്ത്രീകളായിട്ട് രമിക്കുന്ന അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ അത് കണ്ട് രസിക്കുന്ന ആളായിട്ടൊക്കെയാണ് പറയുക. അങ്ങനെയല്ല, പരോക്ഷ നാമപ്രിയാഹ ദേവാഹ, ഭാഗവതം തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദേവന്മാരെ പ്രത്യക്ഷ നാമത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. പരോക്ഷ നാമപ്രിയാഹ ദേവാഹ. അപ്പോൾ തൻ്റെ പേരെന്താണ്? ഇദംധരൻ. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, സർട്ടിഫിക്കറ്റിലൊരു പേരാവും. പക്ഷേ നാട്ടിൽ എല്ലാവരും വിളിക്കുന്ന പേര് നമ്മുടെ വീട്ടിൽ പ്രിയമായിട്ട് അച്ഛനോ അമ്മയോ വിളിക്കുന്ന പേരായിരിക്കും. പിന്നെ നമ്മുടെ സ്വഭാവം കൊണ്ട് നാട്ടുകാരുടെ പേരിടും. അത് പിന്നെ എന്താണെന്നുള്ളത് നമ്മുടെ സ്വഭാവമല്ലേ തീരുമാനിക്കുക, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും മഖവൻ കീർത്തിശാലിനെ. അപ്പോൾ യജ്ഞനെ വളരെ കീർത്തിവർദ്ധനായിട്ടാണ് ഉപനിഷത്ത് പറയുന്നത്. യജ്ഞസ്വരൂപത്തിന് ഇവിടെ അധിപതിയായിട്ടുള്ള ഇന്ദ്രൻ. ഇദംധരൻ, ബ്രഹ്മത്തെ നേരെ ധരിച്ചവൻ, അതാണ് ഇന്ദ്രൻ. ഇദംധരൻ എന്നുള്ള പേര് അറിയപ്പെടാതെ ഇന്ദ്രൻ എന്ന് എല്ലാവരും പറയുന്നു. അതുപോലെ ആ സൂര്യഭഗവാനെയും ഇന്ദ്രനെയും പിന്നെ ഒരാളാണ് ആര്? ഗരുഡൻ. അതെന്താണ്? താക്ഷ്യ ശബ്ദത്തിന് നമ്മളെ ത്രാണനം ചെയ്യുന്ന ദേവത. പിന്നെ നമ്മുടെ ബൃഹസ്പതി എന്ന് പറയുന്നത്, അത് സാധാരണ മന്ത്രങ്ങൾക്കെല്ലാം ബൃഹതി മഹതി മുതലായിട്ടുള്ള ഛന്ദസ്സുകളുണ്ട്. അപ്പോൾ ഗായത്രിയുടെ ഒരു ഛന്ദസ്സാണ് ബൃഹതി. അത് വാക്കിൻ്റെ ദേവതയായിട്ടുള്ള ബൃഹസ്പതി എന്ന് പറയുന്നത് ദേവാചാര്യനായിട്ടാണ് നമ്മൾ പറയുക. അങ്ങനെയുള്ളവർ സ്ഥിരൈരംഗ ഉറച്ച മേഖലാൽ ഞങ്ങൾ ആയുഷ്കാലം മുഴുക്കയും ദേവകാര്യാർത്ഥമായി തീർക്കാൻ ദേവന്മാരെ തുണയ്ക്കണം. എല്ലാം കാണുന്ന പൂഷാവേ ഭഗവൻ കീർത്തിശാലിനെ. അരിഷ്ടങ്ങൾ നീക്കും ഗരുഡ ദേവാചാര്യ ബൃഹസ്പതേ. ഞങ്ങൾക്കു സ്വസ്തി നൽകണേ, ജീവിതം ശാന്തമാകണേ. എത്ര മംഗളമായിട്ടാണ് അവർ പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഉപനിഷത്ത് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധ നിൽക്കാൻ വേണ്ടി അവരെന്താ പറയുകയെന്നറിയോ? ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാം മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമ വേദി വേദസ്യമാണേസ്തശ്രുതം മേ മാ പ്രകാശി അനേനാതീതേന ഹോരാത്രാൻ സംദദാമി ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാവവതോ തദ്വക്താരം അവതോ അവതു മാം അവതു വക്താരം. എന്താണ് ഈ മന്ത്രത്തിൻ്റെ മലയാളം? ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാം. അല്ലയോ മനോദേവതേ, അങ്ങൻ്റെ വാക്കിൽ പ്രതിഷ്ഠിതമാകണേ. അല്ലയോ വാഗ്ദേവതേ, അങ്ങൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിതമാകണേ. മനസ്സും വാക്കും ഏകീഭവിച്ചുകൊണ്ട് ഞാൻ നേടിയതായ ആയതനം വേദവിദ്യ എന്നിൽ വിട്ടുപിരിയാതെ നിൽക്കണേ. ഞാൻ ഹൃദാധിഷ്ഠിതമായിട്ട് ജീവിക്കണേ, സത്യാധിഷ്ഠിതമായിട്ട് ജീവിക്കണേ. ഇതൊക്കെ നമ്മൾ സ്വയം നമ്മളോട് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ മാത്രമല്ല, പിന്നെ ഒരു കാര്യം കൂടി അവർ പറയുകയാണ്, ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണ ചക്ഷുശ്രോത്രമതോബലമിന്ദ്രിയാണി സർവാണി സർവം ബ്രഹ്മ ഉപനിഷിതം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണമേസ്തു തദാത്മനി ഹൃദയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. എൻ്റെ അംഗങ്ങളെല്ലാതും വാക്ക് നാസിക ചക്ഷുസ്സും ശ്രോത്രം മാനസമെന്നുള്ള ഇന്ദ്രിയങ്ങളതൊക്കെയും ബലപുഷ്ടങ്ങളാകണേ, പ്രാർത്ഥിപ്പൂ. അതിനായി ഞാൻ മറ്റുള്ളവരെ മെക്കെട്ട് കയറാനല്ല കേട്ടോ, ഇന്ദ്രിയങ്ങൾ ബലപുഷ്ടങ്ങളായിട്ട് നിൽക്കുന്നത് തന്നിൽ നിൽക്കുന്ന തന്നെ അറിയാൻ വേണ്ടിയിട്ട്. കഠോപനിഷത്തിലെ ഏറ്റവും മുഖ്യമായിട്ട് പ്രതിപാദ്യ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? എന്തുകൊണ്ടാണ് നരേന്ദ്രൻ അങ്ങനെ പറഞ്ഞത്? വാജസ്രവസൻ്റെ പുത്രൻ ധർമ്മരാജാവിൻ്റെ ലോകത്ത് പോയി 3 ദിവസം കാത്തിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന ആൾ വരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് 3 വരങ്ങളിൽ ഒന്ന് എൻ്റെ അച്ഛൻ എന്നെ വിട്ട് ദുഃഖിക്കരുത്, അതൊരു പുത്രധർമ്മമാണ്. അപ്പോൾ അങ്ങനെ മരിച്ചു പോയല്ലോ അല്ലെങ്കിൽ യമലോകത്തേക്ക് പോയല്ലോ അങ്ങനെ വിട ചൊല്ലിയില്ലോ എന്ന് വിചാരിച്ച് മനസ്സിൽ ദുഃഖം വരാൻ പാടില്ല.
മറ്റൊന്നോ ഇഹലോകത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചു. പിന്നീടാണ് പറഞ്ഞത്, മൃത്യുവിനെ ജയിക്കാനുള്ള വഴി എന്താണ്? ദേവന്മാർ പോലും മുട്ടുകുത്തുന്ന ഈ ചോദ്യം നീ ഉപേക്ഷിക്ക്, നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, അതെല്ലാം കുറച്ച് കാലം കഴിഞ്ഞാൽ അങ്ങയുടെ കാൽക്കീഴിൽ വരില്ലേ, അതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ലല്ലോ, അങ്ങ് എന്ത് തന്നാലും അതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വരം തന്നിട്ട് എന്താണ് കാര്യം? എനിക്ക് അമൃതഭാവത്തെയാണ് അറിയേണ്ടത്. അപ്പോഴാണ് പറയുന്നത്, ആരാണോ ശ്രേയമെന്നൊന്ന് വേറെ പ്രേയമെന്നൊന്നു വേറെ, ശ്രേയമെന്നും പ്രേയമെന്നും രണ്ട് മാർഗങ്ങളാണ് മനുഷ്യന് ഉപയോഗിക്കുക. ശ്രേയോമാർഗികളാവുന്നത് വളരെ വിരളമായിട്ടുള്ളവർ, പ്രേയോമാർഗികളായിട്ട് പ്രിയത്തോടു കൂടി ജീവിക്കുന്നവർ അനേകം ആൾക്കാർ. ഗൃഹമേധികളും ഗൃഹസ്ഥന്മാരും ഗൃഹീശ്വരന്മാരും ഇല്ലേ, അതുപോലെ പ്രേയോമാർഗികളായിട്ട് കഴിയുന്നവരാണ് കൂടുതൽ പേരും. പക്ഷെ നിന്നെപ്പോലെ ശ്രോത്രിയനായിട്ട് ശ്രേയോമാർഗിയായിട്ട് കഴിയുന്നവർ വിരളമാണ് നചികേതസേ. അതുകൊണ്ട് നിന്നോട് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഉള്ളത് നല്ലവണ്ണം അറിയുന്നവനും പറയാൻ കെൽപ്പുള്ളവനും യമനെപ്പോലെ വേറെ ആരുമില്ല അന്നത്തെ കാലത്ത്. അതേപോലെ തന്നെയാണ് ശ്രോതാവായിട്ട് കേൾക്കാൻ കെൽപ്പുള്ളവനും മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവനുമായിട്ട് നചികേതസിനെ പോലെ ഒരു ശിഷ്യനുമില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇത് കശ്ചിൽ ധീര, ആരാണോ ബുദ്ധി ഉറച്ച ഒരാൾ, പ്രത്യഗാത്മാ ഐക്ഷത്. എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്ക് പ്രജാപതി കവാടം തുറന്നു വെച്ചതുപോലെ തുറന്നു വെച്ചിരിക്കുക. കണ്ടോളൂ, കേട്ടോളൂ, അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ എന്നിട്ടോ താനൊന്നും അറിഞ്ഞില്ല എന്നുള്ളതുപോലെ തൻ്റെ സുഷുപ്ത സ്ഥാനത്ത് അവിടെ തന്നെ ഇരിക്കും പ്രാണൻ എന്ന് പറയുന്ന അവസ്ഥ. ആ മുഖ്യ പ്രാണനെ അറിയണമെങ്കിൽ ബഹിർമുഖം മാനസം ഇന്ദ്രിയങ്ങൾ മടങ്ങി അന്തർമുഖമായിടുമ്പോൾ ധരിച്ചിടും മന്ത്രനിഗൂഢസാരം. അത് അവനവനിലേക്ക് മടങ്ങുന്നൊരു യാത്രയാണ്. അതുകൊണ്ട് മരണമല്ല, തൻ്റെ ഉള്ളിൽ സുഷുപ്ത സ്ഥാനത്തിരിക്കുന്നതായിട്ടുള്ള സ്ഥിതപ്രജ്ഞയെ പോലുള്ളവർ. എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്? ദുഃഖേഷു അനധിഗനമനകാ സുഖേഷു വിഗതസ്പൃഗാ വീതരാഗ ഭയക്രോധ സ്ഥിതതിർ മുനിരുച്യതേ. കുഞ്ഞുട്ടൻ തമ്പുരാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു, ദുഃഖത്തിൽ ഉൾനടുങ്ങാത്തോൻ സുഖത്തിൽ കുതിയറ്റവൻ, രാഗദ്വേഷ ഭയം വിട്ടോനത്രേ പ്രജ്ഞയുറച്ചവൻ. അപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയുള്ള വചനങ്ങളെ ക്യാപ്സൂൾ രൂപത്തിലാക്കി വയ്ക്കുമ്പോൾ അതിൽ അണോരണീയാൻ മഹതോ മഹീയാൻ, ഈ മഹത്വത്തെ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ ചെറിയ അണുരൂപത്തിലുമാവാം അതിനെ വിപുലീകരിച്ചു കഴിഞ്ഞാൽ അതായിത്തീരുന്നു. ഭാഗവത്തിൽ അങ്ങനെ അന്വയം വ്യതിരേകം എന്ന് പറയുന്ന രണ്ട് കാര്യമാണ് പറയുക. ഒന്ന്, അതിനെ അന്വയിക്കുക, അതിലൂടെ തന്നെ സഞ്ചരിക്കുക. അത് ഒരു പശുവിനെ അറിയണമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ സാധിക്കും? 4 കാലുണ്ട്, വാലുണ്ട്, കൊമ്പുണ്ട്, പാല് തരുന്ന മൃഗമാണ്, ഇണക്കമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പശുവിലേക്ക് എത്താം. ഇനി എല്ലാ മൃഗങ്ങളെയും വർണ്ണിച്ച് ഇതിലൊന്നും പെടാതെ അവശേഷിക്കുന്നത് ഏതോ അതാണ് പശു എന്നും പറയാമല്ലോ. അപ്പം അതുപോലെ ഭഗവാനെ അറിയാൻ വേണ്ടി ചിലവരെ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ പുറത്തു കൂടെ മാത്രം പോകും, പുറത്തുള്ള കാര്യങ്ങളെ മാത്രം പറയുന്നേ പോലെയൊക്കെ. പക്ഷേ ചിലവരെന്താണ്, ഭാഗവതത്തിൽ തന്നെ അടിസ്ഥാനമായിട്ട് ഓരോ ശ്ലോകാനുശ്ലോകമായിട്ട് അന്വയിച്ച് പറയും. അപ്പോൾ അങ്ങനെ ഭാഗവതമാണ് നമ്മൾ കേൾക്കേണ്ടത്. അതായത് നമ്മൾ ശ്രീമദ് ഭാഗവത സപ്താഹം വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാഗവതത്തിൽ ഇനി നമ്മൾ ഏത് പ്രതിപാദ്യ വിഷയമാണ് ഇവിടെ പറയാനുള്ളത്? കാലത്ത് നമ്മൾ ബാണൻ്റെ ഒരു കഥയെ പറഞ്ഞു അല്ലേ. ബാണാസുരൻ 1000 കൈകളുടെ വേഗത കൊണ്ട് മഹാദേവനെ ഡമരു വായിച്ച് സന്തോഷിപ്പിച്ചു. ബാണാസുരൻ്റെ പടിക്ക് തന്നെ മഹാദേവൻ കാവലിരുന്നു. എങ്ങനെ? വാമനമൂർത്തി മഹാബലിയുടെ കൊട്ടാരത്തിൽ കാവലിരിക്കുന്നത് പോലെ. അനിരുദ്ധൻ അവിടേക്ക് പ്രവേശിക്കാനിടെ വന്നപ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് ബാണനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി വന്നു. മഹാദേവനായിട്ട് ഏറ്റുമുട്ടി. മഹാദേവൻ്റെ ജ്വരം മാറി നിന്നു, വൈഷ്ണവജ്വരം ജയിച്ചു. അങ്ങനെ ജ്വരസ്തുതി എന്ന് പറയുന്നതായിട്ടൊരു ശ്ലോകമൊക്കെ അവിടെ പറയുണ്ടായി. അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള ആ ബാണൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അനിരുദ്ധനെ വീണ്ടെടുത്തു ഭഗവാൻ. പക്ഷേ ഭഗവാന്റെ ഗാർഹസ്ഥ്യധർമ്മത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ജീവിച്ചത് ഭാഗവതം പറയുകയാണ്. രുക്മിണീ ദേവിയും ഭഗവാനുമായിട്ട് കർഗജിൽ അധ്യായം എന്ന് പറയുന്ന 60ാമത്തെ അധ്യായം നിങ്ങളൊക്കെ കാലത്ത് പാരായണം കേട്ടിട്ടുണ്ടാവും അല്ലേ. ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് അതിൻ്റെ ഭാര്യാസമേതനായിട്ട് ജീവിക്കുമ്പോണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ്. അതിനെ ആ ഭാഗവതത്തിൽ പറയുന്നതിനെ നമുക്ക് വേറൊരു തരത്തിൽ ഉള്ളൂർ അദ്ദേഹം സാധാരണ ചിത്രശാല എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മിസ്മേയോ എന്നൊരു ആംഗല കവയത്രി ഭാരത സ്ത്രീകളൊക്കെ ചീത്തയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ ആ സമയത്ത് ആരും അതിന് മറുപടി കൊടുത്തില്ല. ഉള്ളൂർ എസ് പരമേശ്വരയിൽ എന്ത് ചെയ്തു? ചിത്രശാല എന്നൊരു കവിതയിലൂടെ നമ്മുടെ ഓരോ ഭാരത കഥാപാത്ര സ്ത്രീകളെയും എടുത്ത് ഞങ്ങളുടെ ഓരോ സ്ത്രീരത്നങ്ങളും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഉള്ളൂർ കൊടുക്കുന്നതാണ്. അതിലെങ്ങനെയാണ് രുക്മിണീ ദേവിയെക്കുറിച്ച് പറയുന്നത്? രുക്മിണീ ദേവിയോട് ഭഗവാൻ പറയുകയാണ്, വളരെ സ്നേഹമായിട്ട് രുക്മിണീ ദേവി തൻ്റെ എല്ലാമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ശ്രീകൃഷ്ണ ഭഗവാനെ വരിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്, തൻ്റെ പര്യങ്കത്തിൽ താൻ ശയിക്കുമ്പോൾ ഭഗവാനെ ചാമരം കൊണ്ട് ഇങ്ങനെ വീശിയാണ് രുക്മിണീ ദേവി. രുക്മിണീ ദേവിയിലെ പ്രഥമ പത്നി രുക്മിണീ ദേവിയാണ് പരിചരിക്കുന്നത്. നിങ്ങളെല്ലാം മുമ്പിലിരിക്കുന്നവരിവിടെ ശ്രദ്ധിക്കൂ. പല കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കാനും വർത്തമാനം പറയാനും ഉണ്ടെന്നറിയാം.
പക്ഷെ നിങ്ങൾ അവിടെ വർത്തമാനം പറയുകയാണെങ്കിൽ ഞാൻ വർത്തമാനം പറയാതിരിക്കുമെന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വർത്തമാനം പറയണ്ട. ഞാൻ വർത്തമാനം പറയുന്ന ആളല്ലേ. അപ്പോൾ നിങ്ങളോട് ഞാൻ വർത്തമാനം പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വർത്തമാനം പറയണമെങ്കിൽ ഈ വേദിയിൽ നിന്ന് എണീറ്റ് പോയി അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് വരിക. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ നിങ്ങൾ മൈക്ക് എടുക്കുക എന്നിട്ട് പറയുക. ഏതാ വേണ്ടത്? അപ്പോൾ നിശബ്ദരായിരിക്കണം. ഇങ്ങനെ ഞാനത് പറയാറില്ല, പക്ഷെ മുമ്പിലിരിക്കുന്നവരെന്നെ വർത്തമാനം പറഞ്ഞ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള തോന്നൽ വന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ഒന്നിലോ ഞാൻ നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങണം. അപ്പോൾ അത് ചെയ്യരുത്. ഇങ്ങനെ ഭഗവാൻ തൻ്റെ പര്യങ്കത്തിൽ ലക്ഷ്മി ദേവിക്ക് തുല്യമായിട്ടുള്ള രുക്മിണിയായിട്ട് ശയിക്കുന്ന സമയത്ത് എന്താണ് രുക്മിണി ദേവിയുടെ പ്രത്യേകത? എല്ലാ പുത്രന്മാർക്കും രുക്ക് 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 എന്നുള്ള ശബ്ദത്തിലാണ് ഭീഷ്മകം പേരിട്ടിരിക്കുന്നത്, അല്ലേ? ഭീഷ്മക മഹാരാജാവ് പേരിട്ടിരിക്കുന്നത് തന്നെ രുക്മി, രുക്മരഥൻ, രുക്മകേശൻ, രുക്മബാഹു, രുക്മമാലി. അപ്പോൾ ഒരാൾ ധാരാളം മാലകളൊക്കെ ഇങ്ങനെ സ്വർണ്ണമായിട്ട് ഇങ്ങനെ അണിഞ്ഞുകൊണ്ട് കൊടുക്കും. സാധാരണ ജ്വല്ലറി വരുന്ന പോലെ അയാൾ വന്നു കഴിഞ്ഞാൽ ജ്വല്ലറിയിൽ ഡിസ്പ്ലേ ബോർഡിൽ ഇങ്ങനെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ രുക്മമാലി, അനേകം മാലകളൊക്കെ ധരിച്ച ആൾ. രുക്മകേശൻ, അയാൾ മുടിയൊക്കെ സ്വർണ്ണമാക്കി വെച്ചിരിക്കുക. ചില ആൾക്കാരിൽ ഇപ്പോൾ കളർ ചെയ്യുക, അതുപോലെ മുടിയൊക്കെ സ്വർണ്ണമാക്കി വെച്ചിരിക്കുക. രുക്മബാഹു, കൈകളിൽ ഇങ്ങനെ പോർച്ചട്ട ഇട്ടതുപോലെ രത്നം കൊണ്ട് സ്വർണം കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. അങ്ങനെ രുക്മരഥൻ, അയാൾ സഞ്ചരിക്കുന്ന വാഹനം തന്നെ മൊത്തം സ്വർണ്ണമയം. അങ്ങനെ വളരെ ധനാഢ്യനായിട്ടുള്ള ആളാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി തൻ്റെ മക്കൾക്കൊക്കെ അവർക്ക് എങ്ങനെയാണോ ജീവിതം അതുപോലെ നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ രുക്മിണിക്ക് ഏറ്റവും വലിയ സ്വർണ്ണമണിയാണ്, സ്വർണ്ണ നിറമാണ്. എന്നിട്ടോ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ശ്യാമ കോമളനായിട്ടുള്ള ആളാണ്, ശ്യാമ നിറമാണ് ഭഗവാന്റെ. അപ്പോൾ അതുകൊണ്ട് കറുത്ത നിറമുള്ള ആൾ രുക്മിണി ദേവി കൂടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുമോ? നമ്മളെന്താ പറയുക? അയ്യോ, ഇങ്ങനൊരു കുട്ടീനെ ഇങ്ങനൊരാൾക്കാർ വിവാഹം കഴിച്ചു കൊടുത്ത് നാട്ടിലൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, ഈ പര്യങ്കത്തിൽ തന്നെ പരിചരിക്കുന്നതിനാ താൻ ഉറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇങ്ങനെ ചാമരം കൊണ്ട് കാന്താകരാന്തോളിത താലവൃന്ദ കാറ്റേറ്റ ചൂടേതും അറിഞ്ഞിടാതെ ഭഗവാൻ തൻ്റെ പൊന്മണിക്കുളിർ ഏറ്റുകൊണ്ട് ആ ചാമരം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു രുക്മിണി ദേവിയോട്, ഈ ഘടകങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചു വയ്ക്കൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് കയ്യിലങ്ങനെ വളയിട്ടുണ്ട്, ഇതിങ്ങനെ കിലുക്കം കാരണം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ? ഭഗവാൻ ഉടനെ പറഞ്ഞു, ദേവി കേൾക്കൂ സരസിജ ദിഗ്വിജയ പതാകികെ, നീ വിദർഭഘനി പറ്റ ഹീരകമല്ലേ, ആഴി ചൂഴുമൂഴി വാഴും 1000 പേർ നോക്കി നിൽക്കെ, നീ പാഴിടയ കുരങ്ങൻ്റെ ഭാര്യയായല്ലോ. ഇങ്ങനൊരാളെ വരിക്കേണ്ടി വന്നല്ലോ രുക്മിണി. മാത്രമല്ല എൻ്റെ ബയോഡാറ്റയോ, മന്നനെയും മാമനെയും മാട്ടിനെയും വധിച്ചവൻ, ആയർക്കുലവധുക്കൾ തന്നാട് വാരി കളിച്ചവൻ, മായ കാട്ടി ജനങ്ങളിൽ വ്യാമോഹം ചേർപ്പോൻ. അങ്ങനെ എൻ്റെ ബയോഡാറ്റ സാധാരണ മോശമാണ്. വേറെ ഒരു ദൈതനെ വേൾക്കുക നീ, ചാരിതാർത്ഥ്യമടയട്ടെ നിൻ ദാമ്പത്യധർമ്മം. ഭഗവാനിത് പറഞ്ഞപ്പോഴല്ലേ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ രുക്മിണി ദേവിക്ക്. താൻ ആരെ ആഗ്രഹിച്ചിട്ടാണോ വന്നത്, ആ ഭഗവാൻ പറയുകയാണ്, വേറെ ഒരു ദൈതനെ വേൾക്കുക നീ, ചാരിതാർത്ഥ്യമടയട്ടെ നിൻ ദാമ്പത്യധർമ്മം. ഇതങ്ങോട്ട് കേട്ടപ്പോൾ രുക്മിണി ദേവിക്ക് എന്തായി? തയ്യലിൻ്റെ കയ്യിൽ നിന്നു താലവൃന്ദം തെറിക്കുന്നു, മയ്യണിഞ്ഞ മിഴിനീരിൽ മഗ്നമാകുന്നു, പൂമൃദുമൈ വിറയ്ക്കുന്നു, പൂങ്കുഴൽ കെട്ടഴിയുന്നു, കണ്ണുമങ്ങി തല ചുറ്റി കണ്ണനുടെ കഴൽപ്പാട്ടിൽ ദണ്ഡപാദം പതിക്കുന്നു ദീനയായി ദേവി. ഭഗവാൻ പെട്ടെന്ന് ചതുർബാഹു ആയതുപോലെ, തെറ്റി എൻ്റെ രുക്മിണി നിൻ ദിവ്യത ഞാൻ ധരിച്ചില്ല. നല്ല പൂക്കളെ കൊണ്ടെറിഞ്ഞാൽ പോലും വേദനിക്കുന്ന ദേഹമാണെന്ന് മനസ്സിലാക്കാതെ എൻ്റെ വാക്ക് കുറച്ച് അപ്രിയമായിപ്പോയി, ക്ഷമിക്കണം. ഭഗവാൻ പറയുകയാണ്, തെറ്റി എൻ്റെ രുക്മിണി നിൻ ദിവ്യത ഞാൻ ധരിച്ചില്ല. ഭഗവാൻ നല്ല സപ്രപഞ്ചത്തിലെത്തി ആശ്വസിപ്പിച്ചു. എന്താണ് ഭഗവാൻ കൊടുത്ത സന്ദേശം? ഒന്ന്, എല്ലാ പത്നിമാരോടും നിങ്ങൾ എൻ്റെയാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ ചാമരം കൊണ്ട് ഇങ്ങനെ വീശാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഈ 16,000 ചില്ലാനം പേരും വീശിക്കഴിഞ്ഞാൽ ഈ സ്വനം എനിക്ക് നിദ്ര ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളിൽ തന്നെ എന്നെക്കൊണ്ട് ഭജിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആരോടാ പറയേണ്ടത്? ആദ്യം എന്ന ആളോട് പറയണം. അപ്പോൾ രുക്മിണി ദേവിയോട് പറഞ്ഞു, എന്നെ ഭജിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറയാൻ വേണ്ടി വേറെയൊരു ദൈതനെ എന്ന് പറയാൻ കാരണം എന്താണ്? ഭോഗമോഹങ്ങൾ നേടാനാണെങ്കിൽ
സാധാരണ ലൗകികമായ ജീവിതം നയിക്കുന്ന ആളെ ആശ്രയിക്കണം. പക്ഷെ ഭഗവാൻ എങ്ങനെയുള്ള ആള്? ആപ്തകാമനായിട്ടുള്ള അമോഘ ദൃക്കായിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആപ്തകാമനായിട്ടുള്ള ഉപനിഷത്ത് പുരുഷനായിട്ടുള്ള യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാനെ അപ്രോച്ച് ചെയ്യുമ്പോൾ രീതി എങ്ങനെയാണ്? ഇതുപോലെ നമ്മൾ ലൗകികമായ ഭോഗങ്ങൾ തരാനുള്ള ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കരുത് എന്നുള്ള കാര്യം ഭഗവാൻ അവിടെ സന്ദേശ രൂപത്തിൽ പറഞ്ഞു. ഉടനെ തന്നെ രുക്മിണി ദേവി പറയുകയാണ്, ഭഗവാന്റെ വാക്കിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. എല്ലാം വിട്ട് യാതൊരു ആഗ്രഹവുമില്ലാതെ വനാന്തരത്തിൽ കഴിയുന്ന തപസ്സികൾ എവിടെയാണ് ഭഗവാനെ ബന്ധിക്കുക? തൻ്റെ ഹൃദയത്തിൽ. അതല്ലേ ശ്രീശുഖബ്രഹ്മർഷി ഉല്ലോഖലം വാ, ഋഷിമാർക്ക് പോലും സാധിക്കാത്ത വിധത്തിലുള്ളത് ഒരു ഉരലിനെ സാധിച്ചിരിക്കുന്നു. ആർക്ക്? യശോദാദേവി പിടിച്ച് കെട്ടിയത് ഒരു ഉരലിന്. യജ്ഞപുരുഷനായിട്ടുള്ള ഉപനിഷത്ത് പുരുഷനായിട്ടുള്ള ഭഗവാനെ ഉല്ലോകലത്തിന് തൊടാൻ സാധിച്ചിരിക്കുന്നു. അവരോ ഹൃദയത്തിൽ ബന്ധിച്ച് ആഗ്രഹിച്ചവരാണ് ഋഷിമാർ. അങ്ങനെ ആ ഹൃദയബന്ധിതമായി നിൽക്കണമെങ്കിലോ ഉപനിഷത്ത് പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? ഇതി ഹൃദയ ഗുഹായാം എന്നാണ് പറയുക. ആ ഹൃദയം എന്നുള്ളത് നമ്മൾ സാധാരണ ഇന്ദ്രിയമായിട്ട് എടുക്കരുത്. നമ്മുടെ ഹൃദയം ഇന്ദ്രിയമായിട്ട് നമ്മൾ എടുക്കരുത്. അത് ഹൃദയാകാശം എന്ന് പറയുന്നത് നമ്മുടെ നാഭീ സംസ്ഥമായിട്ടുള്ള അപാൻ എന്ന പ്രാണനിൽ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ മൃത്യുപാശവും ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാണൻ എവിടെയാണ് ബന്ധിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ നാഭിയിൽ. അവിടെ ആ ഹൃദയാകാശത്തിലാണ് സർവ്വതും സമ്മേളിക്കുന്നത്. അങ്ങനെ നാഭിയിൽ നിന്ന് പ്രാണൻ ഉദാനനായിട്ടുണരുമ്പോഴാണ് നമുക്ക് ഈ ബാഹ്യലോകങ്ങൾ, കാഴ്ചകൾ, കേൾവികൾ എല്ലാം നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ സുഷുപ്തമായിട്ടുള്ള സ്ഥാനത്തിൽ ആനന്ദ നിർവൃതിയായിട്ട് തനിക്ക് സൗഖ്യം തന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബാഹ്യ കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ടൊന്നും ലഭിക്കില്ല എന്ന് രുക്മിണി ദേവിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ രുക്മിണി ദേവിക്ക് കാര്യം മനസ്സിലായി. രുക്മിണി ദേവി പറഞ്ഞു, ഋഷിമാരൊക്കെ അങ്ങക്ക് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൊടുത്തില്ലെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് രാജ്യം വിട്ടുള്ള രാജാക്കൾ, ഗൃഹം വെടിഞ്ഞ ഗൃഹസ്ഥർ, ഇതാണ് ഭാരതധർമ്മം. ഒരു പരിധി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഉപേക്ഷ്യമാണ് എന്നുള്ള അവസ്ഥ വരണം. ഇതിലൊന്നും സംഘം പാടില്ല. അപ്പോൾ അത് ആദ്യം ഗൃഹസ്ഥനായിരിക്കുന്ന കാലത്ത് ആലോചിക്കാൻ പാടുമോ? ഇല്ല. ഗൃഹസ്ഥന് 40 സംസ്കാരങ്ങൾ അനുഷ്ഠിക്കണം. ബാക്കി വരുന്ന 8 ശമതമാദികൾ വനസ്ഥനാകുന്ന സമയത്തോ സന്യസ്തനാകുന്ന സമയത്തോ അനുഷ്ഠിക്കേണ്ടതാണ്. അങ്ങനെ ശമം, ദമം, തിദിക്ഷ, ഉപരതി മുതലായിട്ടുള്ളതെല്ലാം സന്യാസിമാരനുഷ്ഠിക്കേണ്ടതാണ്. അപ്പോൾ ഗൃഹസ്ഥനായിട്ടുള്ളവർ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു എലിയെ വന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥൻ തല്ലി കൊല്ലാണ്ടിരിക്കുമോ? ഒരു പേനിനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാണ്ടിരിക്കുമോ? അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കൃമികീടങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ക്ഷുദ്രകാരികളായിട്ട് ഉപദ്രവ ഗൃഹസ്ഥൻ അതിനെല്ലാം ചിലപ്പോൾ വധിക്കേണ്ടി വരും. പക്ഷേ സന്യാസിക്ക് അത്രയും പാടില്ല. അഹിംസയാണ് പരമധർമ്മം. അപ്പോൾ അതുകൊണ്ട് ബോധതയും ബോധഹൃത്തും ബോധവൃത്തുമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാനെ കൊണ്ട് നടക്കുന്ന ഋഷീശ്വരന്മാരെ അവരൊന്നും കൊടുക്കുന്നില്ല. മനസ്സർപ്പിക്ക ഭാതത്തിൽ ജപിക്കൂ, ശുദ്ധരായി വരൂ, വേറൊന്നും അവർ കൊടുക്കുന്നില്ല. രുക്മിണി ദേവിക്ക് ഒരു സന്ദേശം ഭഗവാൻ കൊടുത്തപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, അങ്ങേ സ്വരൂപത്തിൽ ആരാധിച്ചുകൊണ്ട് തൻ്റെ കാമ്യഭാവനകളെല്ലാം പൂരണം ചെയ്യാനുള്ള ആളാണെന്ന് ഞാൻ ധരിച്ചത് തെറ്റായിപ്പോയി ഭഗവാനെ. എല്ലാവരും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഭഗവാനെ ആശ്രയിക്കുക. കാമപൂരണം ചെയ്യാനുള്ള അല്ല, കാമപരിത്യാഗം ചെയ്യാനാണ് ഗൃഹസ്ഥനാവുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വിവാഹം, അതുകൊണ്ടാണോ വിവാഹം കഴിക്കുന്നത്? വേദത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരും വിവാഹം കഴിക്കില്ല നാട്ടിൽ. സാധാരണ എല്ലാവരും പറയുക വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വിവാഹം കഴിക്കാമെന്ന്, വിവാഹം കഴിച്ചാൽ വിരോധമില്ല എന്നാ. അങ്ങനെ വിവാഹം മരണം വരെയും കഴിച്ചുകൊണ്ട് തന്നെ ഒരാൾ നടക്കുമോ? വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? നമുക്കൊരാശ്രമമാണ് ഗൃഹ ആശ്രമം. ആളെ ബന്ധിക്കുന്നത് കൊണ്ടല്ല, ആളെ മോചിതനാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയുള്ളതായിട്ടുള്ള പത്നീധർമ്മം, പുത്രധർമ്മം, ഭർത്തൃധർമ്മം, സഹോദര്യധർമ്മം, ഇങ്ങനെയുള്ള സകല ബാന്ധവങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാം ഒരു തോണിയിൽ കയറി പതുക്കെ പതുക്കെ സാഗരം തുഴഞ്ഞ് കിടക്കുന്നത് പോലെ ഒരേ പന്ഥാവിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അതിനൊരു മാർഗവും ലക്ഷ്യവും നിർവചനവും നമ്മുടെ ഉള്ളിലുണ്ടാവണം. ശ്രീമദ് ഭാഗവതമാകുന്ന ആ മന്ത്രം നമുക്ക് സാധ്യമാകണം. മാത്രമല്ല ഭഗവാനാകുന്ന ലക്ഷ്യമുണ്ടാകണം. അതിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഋഷിപ്രയുക്തമായിട്ടുള്ള വചനങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. അതിനുവേണ്ടി ഭഗവാൻ തന്നെ ആദ്യം തൻ്റെ പത്നിയോട് ഉപദേശിച്ചു. അങ്ങനെ ആ ഒരൊറ്റ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി ഭഗവാനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ രുക്മിണി ദേവിയോട് ഭഗവാൻ പറഞ്ഞ കാര്യം, എന്നെ വിട്ട് വേറൊരാളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞതല്ല, എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇങ്ങനെയല്ല ഭജിക്കേണ്ടത്. അനന്യാശ്ചിന്തയം തോമ. ഓരോരുത്തരും എൻ്റെ ആവണം എൻ്റെ ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വഴക്കാവില്ലേ? അപ്പോൾ അങ്ങനെ ഓരോരുത്തരും എൻ്റെ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്യനായിട്ടുള്ള ഭഗവാനാണ്, അതുകൊണ്ട് ഉപാസിക്കണം. എല്ലാവരുടെയാണ് ഭഗവാൻ. അങ്ങനെ ഉപാസിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീടാണ് അനിരുദ്ധൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. സാധാരണ രുക്മിണിക്ക് തൻ്റെ സഹോദരിയെ ശ്രീകൃഷ്ണൻ കൊണ്ടുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രുക്മിണിയോട് വിരോധമില്ല, ശ്രീകൃഷ്ണനോടും വിരോധമൊന്നുമില്ല. അങ്ങനെ അവരിൽ പുത്രന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട്. പിന്നീടാണ് നൃഗൻ്റെ ആ കഥയെക്കുറിച്ച് പറഞ്ഞത്. ഭഗവാൻ തൻ്റെ മക്കളോടുകൂടി ഒരു ഉദ്യാനത്തിലേക്ക് പോയി. അങ്ങനെ ആ ഉദ്യാനത്തിൽ ചെന്നപ്പോൾ
തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രദ്ധിച്ചത്. പക്ഷേ അവരെന്താണ് ചെയ്തത്? ആ ഉദ്യാനത്തിൽ പോയിട്ട് ഒരു കിണറ്റിലേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ് മക്കൾ. എത്തി നോക്കുമ്പോൾ അത്ഭുതമായിട്ടുള്ളൊരു ജീവിയെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഏത് പ്രതലത്തിലാണോ ഇരിക്കുന്നത് അതേ നിറം നൽകുന്നതായിട്ടുള്ളൊരു ജീവി. ഉണക്കപ്പുല്ലിൽ വന്നപ്പോൾ ഉണക്കപ്പുല്ലിൻ്റെ നിറമായി, പച്ച ഇലയിൽ വന്നപ്പോൾ പച്ച നിറമായി. അച്ഛനൊരു കാര്യം ചെയ്യൂ, അച്ഛൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ പോലെയാവുമോ? നോക്കാമല്ലോ. ശ്രീകൃഷ്ണ ഭഗവാൻ പതുക്കെ അതിങ്ങനെ മുകളിലേക്ക് കയറി വരാൻ നോക്കുമ്പോൾ ആ ഓന്തിന് തൻ്റെ കരം ഇങ്ങനെ കാണിച്ചു. അത് കയറി വന്നപ്പോഴോ തൊട്ടപാടെ മകരകുണ്ടലധാരിയായി, കിരീടം വെച്ച് ശംഖചക്ര ഗദാധരനെ പോലെ അത്യത്ഭുതനായി പട്ടുടുത്ത് ഗംഭീരമായിട്ടുള്ള ചക്രവർത്തിയെ പോലെ ശോഭിച്ചു. ചോദിച്ചു ഭഗവാൻ, അങ്ങാരാണ് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ നൃഗൻ എന്ന ചക്രവർത്തിയാണ്. അങ്ങക്കെല്ലാം അറിയാം, പക്ഷേ ഈ കുട്ടികളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി എന്നെ കൊണ്ട് അങ്ങ് പറയിക്കുകയാണ്. സാധാരണ നമ്മുടെ പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണ്, പേഴ്സണാലിറ്റി ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഞാൻ പറയണു എവിടെയും വ്യാസൻ പറയില്ല. ആരെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം മുമ്പേ ഇങ്ങനെ ഒരാൾ ഉന്നയിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നത്തിന് ഇന്ന ആൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പുരാണത്തിൽ എവിടെയും കാണാൻ സാധിക്കുക. അതല്ലാതെ നമുക്ക് കമാൻഡുകൾ ഉണ്ടാവില്ല. എന്താ ഉണ്ടാവുക? ആശയ സംവാദങ്ങളാണ്. അതാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുടെ പ്രത്യേകത. പരസ്പരം ആശയ സംവാദം ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം ഞാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അങ്ങനെ തോന്നണ്ട. പ്രശ്നോപനിഷത്തിൽ പറയുന്ന പോലെ ഈ പ്രശ്നം ഞാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ചോദ്യം മുമ്പേ ഒരാൾ ഈ പ്രശ്നത്തിന് ചോദിച്ചിട്ടുണ്ട്, അതിന് ഇന്നൊരാൾ ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുക. അപ്പം അതേപോലെ നൃഗനെ കൊണ്ട് ഭഗവാൻ പറയിച്ചു. എന്താ ഭഗവാൻ അറിയാണ്ടല്ല, ഞാൻ ചക്രവർത്തിയായിരുന്നു, പക്ഷേ ഞാൻ അനേകം പശുക്കളെ ദാനം ചെയ്തു. എങ്ങനെയുള്ള പശുക്കളെയാണ്? കപില പശുക്കളെ. വർണ്ണം കൊണ്ട് കറുത്ത നിറമെന്നാവാം, ഇണക്കമുള്ളത് എന്നാവാം. ഇനി അത് മാത്രമല്ല, അവർക്ക് രൗപ്യായ സഹിരൺമയ, അവർക്ക് അത്യത്ഭുതമായിട്ടുള്ള സ്വർണ്ണബന്ധനം ചെയ്തുകൊണ്ട് കൊമ്പുകളിൽ തൊപ്പി പോലെ കൊമ്പ് സ്വർണം കൊണ്ട് കെട്ടി, കാലിൻ്റെ കുറ്റിക്കുളമ്പുകളിൽ റിങ് പോലെ സ്വർണം വെച്ച്, അങ്ങനെ 1000 അയുധം പ്രയുധം സഹസ്രം എന്ന് പറഞ്ഞതുപോലെ പശുക്കളെ എങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദാനം ചെയ്യുമ്പോൾ ദാനം ചെയ്ത പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ദാനം ചെയ്യാനുള്ള കൂട്ടത്തിലേക്ക് ഒരു പശു വന്നു നിന്നു. ദാനം കൊടുത്ത പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പശുവാണ് ദാനം ചെയ്യാനുള്ള കൂട്ടത്തിലേക്ക് വന്നു നിന്നത്. ദാനം രണ്ടാമത് ഈ പശുക്കൂട്ടത്തെ ദാനം ചെയ്തപ്പോൾ ആദ്യത്തെ ആൾ വന്ന് പറഞ്ഞു, രാജാവേ, അങ്ങക്ക് ദത്താപഹാര പാപമുണ്ട് കേട്ടോ. ബ്രാഹ്മണൻ്റെ സ്വത്തിനെ അപഹരിച്ചു എന്നുള്ള പാപമുണ്ട്. ദാനം ചെയ്താൽ മടക്കി മേടിക്കാൻ പാടില്ല. അപ്പം അത് ദത്താപഹാര പാപമാണ്. ദാനം എന്ന് പറയുന്നത് എന്താണ്? വസ്തുപ്രിയം നീങ്ങിയ അവസ്ഥയാണ്. നമുക്കതിനോടുള്ള പ്രിയം പോകുമ്പോഴാണ് ദാനമായി തീരുക. ഒരാൾക്കൊരു കൊടുത്തതുകൊണ്ടാവില്ല. നല്ല വസ്ത്രം കൊടുത്തു, എപ്പോഴും ആലോചിക്കുക, അയ്യോ ആ പട്ടുസാരി അവൾക്ക് കൊടുക്കേണ്ടായിരുന്നില്ല, അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ദാനം എപ്പോഴും നമ്മളിൽ നിന്ന് വസ്തുപ്രിയം പോയ സമയത്തുണ്ടാവുന്നതാണ് ദാനമാകുള്ളൂ. അപ്പം അതുകൊണ്ട് ആദ്യ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു, അങ്ങക്ക് മടക്കി മേടിച്ചുള്ള പാപം ഉണ്ടാവും കേട്ടോ, ദത്താപഹാര പാപം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മറ്റാളോട് പറഞ്ഞു, വേറെ 1000കണക്കിന് പശുക്കളെ തരാം, ആ ഒരു പശുവിനെ ഇങ്ങോട്ട് തരൂ, അങ്ങക്ക് വേറെ ദാനം തരാം. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, എത്ര പ്രാവശ്യം ദാനം വാങ്ങിക്കുക? ജീവിതത്തിൽ എന്നിങ്ങനെ യാചകനെ പോലെ ദാനം വാങ്ങിക്കലൊരു പണിയല്ല, ഇതൊരു തവണയേ ചെയ്യാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് എൻ്റെ പുണ്യത്തെ ക്ഷയിപ്പിക്കുന്നതായിട്ടുള്ള ഈ ദാനം ഞാൻ അങ്ങക്ക് സ്വീകരിച്ചത് അങ്ങ് അത്രയും സുഹൃതി ആയതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ അങ്ങ് പാപിയാണ്. എന്താ കാരണം? ദത്താപഹാര പാപം ചെയ്തു. ഇനിയിപ്പോൾ എന്നോട് പറയുന്നത് എന്താണ്? വേറെ വാങ്ങിച്ചോളൂ. അത് അങ്ങനെ വാങ്ങാൻ പറ്റില്ല. ആദ്യം വാങ്ങിയത് തന്നെ ധാരാളം. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് മടക്കി മേടിച്ച് മറ്റാൾക്ക് കൊടുത്താലോ? അപ്പം ഇതേ പാപം അങ്ങക്ക് വീണ്ടും ഉണ്ടാവില്ലേ? അപ്പം അതുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾക്ക് പുണ്യമുണ്ട്, ചെയ്ത കർമ്മങ്ങൾക്ക് പാപമുണ്ട്. അപ്പോൾ അതേതാണ് ആദ്യം അനുഭവിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, പാപത്തെ ഞാൻ ആദ്യം അനുഭവിക്കാം. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓന്തായിട്ട് കിടക്കേണ്ടി വരും. പക്ഷേ അങ്ങക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. അങ്ങനെ ഓന്തായി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് വഴി? അതാദ്യം അനുഭവിക്കാം, പക്ഷെ ഭഗവാന്റെ സ്പർശമേൽക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ സ്പർശമേറ്റ് കഴിഞ്ഞാലോ അങ്ങക്ക് പഴയതുപോലെ പുണ്യലോകങ്ങളെ പ്രാപിക്കാം. ഇത് കേട്ടപ്പോൾ ഭഗവാൻ തൻ്റെ മക്കളോട് പറഞ്ഞു, കേട്ടില്ലേ, ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണ നിന്ദ ചെയ്തുകൊണ്ട് അതിനെ അറിയാതെയാണെങ്കിൽ പോലും അപഹരിക്കാൻ പാടില്ല. അങ്ങനെ ബ്രഹ്മസ്വം ദേവസ്വം മുതലായിട്ടൊക്കെ ഉണ്ട്. ദേവൻ്റെ സ്വത്ത്, ബ്രഹ്മൻ്റെ സ്വത്ത് എന്നെല്ലാം പറയുന്നത്. നമ്മളെല്ലാം ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ദേവൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ദേവൻ്റേതാണ്. നമ്മളെന്താ പറയുക? ഞാൻ വെച്ച വിളക്ക് കണ്ടില്ല, ഞാൻ ചാർത്തിയ മാല കണ്ടില്ല, അങ്ങനെ എപ്പോഴും ഞാൻ കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ വാങ്ങിക്കുന്നുമില്ല. അതാണ് ഭഗവാന്റെ സിദ്ധാന്തം. അപ്പോൾ ഈശ്വരന് കൊടുത്തു കഴിഞ്ഞാൽ അത് തൻ്റേതാകണം. ശ്രീരാമകൃഷ്ണദേവൻ പറയും,
സാധാരണ ഒരാൾ പവർ ഓഫ് അറ്റോണി എഴുതി വെച്ചു, അതായത് മുക്തിയാറ്. പക്ഷേ ആധാരവും ടാക്സ് അടയ്ക്കണ ബില്ലൊക്കെ തൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുപോലെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടേതായിരിക്കും, അയാൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം പോലെ അധികാരം ഉണ്ടാവണം. ഭഗവാന് കൊടുക്കുകയും ചെയ്യുക, എന്നിട്ട് തൻ്റെയാന്ന് പറയുകയും ചെയ്യുകയെന്ന് വെച്ചാൽ കഷ്ടമല്ലേ. അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ദത്താപഹാര പാപം ഉണ്ടാവും. എന്താണ് ദത്താപഹാര പാപത്തിന്? ഒരു സമയത്ത് ശ്രീരാമചന്ദ്രൻ ലങ്കാപുരി എല്ലാം ആർക്ക് കൊടുത്തു? വിഭീഷണന് കൊടുത്തു. എന്നിട്ട് രാവണവധപര്യന്തം ഭഗവാൻ മടങ്ങുകയാണ്. അപ്പോൾ വിഭീഷണൻ രാവണൻ്റെ കൊട്ടാരമെല്ലാം കാണിച്ചു കൊടുത്തു. ഓരോ നടനശാല, നാടകശാല, ഭോജനശാല, പാചകശാല, അത്യത്ഭുതമായിട്ടുള്ള കൊട്ടാരങ്ങളെല്ലാം അഭിസ്വർണമയും ലങ്കാം എന്നൊക്കെയാണ്. അങ്ങനെ ഭംഗിയുള്ള പ്രദേശങ്ങളെല്ലാം കണ്ടുവരുമ്പോൾ രാവണൻ കാലൊരച്ച് കഴുകണ കല്ല് കണ്ടു. എണ്ണ തേക്കാനുള്ള സ്ഥലം, കുളിക്കാനുള്ള സ്ഥലം, സന്ധ്യാവന്തനം ചെയ്യാനുള്ള സ്ഥലം, കാലൊരച്ച് കഴുകണ കല്ലുള്ള സ്ഥലം, അതെല്ലാം കണ്ടപ്പോൾ അത്ഭുതം തോന്നി. കാലൊരച്ച് കഴുകണ കല്ല് കണ്ടപ്പോൾ ഭഗവാൻ ഒരു മോഹം ജാമ്പവാൻ്റെ മുഖത്തേക്ക് നോക്കി. നേരത്തെ കാലത്ത് പറഞ്ഞില്ലേ ഒരു സമന്തക കല്ല് മേടിക്കാൻ പോയി എന്ന്. അപ്പോൾ അതുപോലെ ചില കല്ലുകൾ കണ്ടാൽ ഭഗവാന് മോഹം തോന്നും അത്രേ. ഭഗവാൻ അങ്ങനെ ജാമ്പവാൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ ഇത് 4200 ചില്ലാനം കിലോമീറ്റർ ദൂരം അയോധ്യയിലേക്ക് തോളത്ത് വെച്ച് ജാമ്പവാൻ കൊണ്ടുപോകുമോ എന്നുള്ളത് പോലെയാണോ ഭഗവാൻ നോക്കിയതെന്ന് വെച്ചാൽ ജാമ്പവാൻ പറഞ്ഞു, പ്രബോധത്താപഹാരം വിനാ. അല്ലയോ പ്രഭുവായിട്ടുള്ള ശ്രീരാമചന്ദ്ര, കൊടുത്തത് മടക്കി മേടിച്ചാലുള്ള പാപം എന്താന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ. എന്തെല്ലാം എനിക്കറിയാം. ഇന്ദ്രദ്യോക്ഷമമന്തപൂർവമുദതിം പഞ്ചാനനം പത്മജം അബ്ദിം ശുദ്ധജലം ശിവം സിതകളം ലക്ഷ്മീപതിം പിംഗളം പക്ഷാൻ ശൈലയുധം തുരംഗമലയൻ മാരഞ്ജ സദ്വിഗ്രഹം ജ്ഞാതേ സർവമഹം പ്രഭോ രഘുപതേ ദത്താപഹാരം വിനാ. കൊടുത്തത് മടക്കി മേടിച്ചാലുള്ള പാപം എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല എന്ന് ജാമ്പവാൻ പറയുക. ജാമ്പവാൻ എന്തെല്ലാം അറിയാൻ സാധിക്കും? ദേവേന്ദ്രൻ 2 കണ്ണുള്ള കാലം അറിയാം. ഇന്ന് സഹസ്രാക്ഷൻ എന്ന് പറയുന്നില്ലേ, ആ ദേവേന്ദ്രന് ഇന്ദ്രദ്യോക്ഷം 2 കണ്ണുള്ള കാലം അറിയാം. അമന്തപൂർവമുദതിം, അതായത് സമുദ്രം പാലാഴി കടയുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം അറിയാം. പഞ്ചാനനം പത്മജം, ബ്രഹ്മാവിന് 5 തലയുള്ള കാലം ഉണ്ടായിരുന്നു. ചതുരാനനായത് ഒരു കാരണത്താലാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മാവിന് 5 തലയുള്ള കാലം അറിയാം. പഞ്ചാനനം പത്മജം അബ്ദിം ശുദ്ധജലം, സമുദ്രത്തിൽ ഉപ്പ് വെള്ളമാകുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു എന്നറിയാം. ശിവം സിതകളം ലക്ഷ്മീപതിം പിംഗളം പക്ഷാൻ ശൈലയുധൻ തുരംഗമലയാൻ മാരഞ്ജ സദ്വിഗ്രഹം ജ്ഞാതേ സർവമഹം പ്രഭോ രഘുപതേ ദത്താപഹാരം വിനാ. കാമദേവന് സ്വരൂപമുള്ള കാലം എനിക്കറിയാം. ഇന്ന് അനങ്കനാണ്. സർവ്വ മനസ്സുകളും രൂപമില്ലാതെ തന്നെ പ്രവേശിക്കാൻ കഴിയുന്ന ആളാണ് കാമദേവൻ. അങ്ങനെ അദ്ദേഹത്തിന് സ്വരൂപമുള്ള കാലം അറിയാം. ഇങ്ങനെ പർവ്വതങ്ങൾക്ക് ചിറകുള്ള കാലം അറിയാം. മഹർഷിമാരെ ഒരു ഭൂഖണ്ഡം വിട്ട് അടുത്തതിലേക്ക് ആകാശപഥത്തിലൂടെ പോകുന്ന കാലം അറിയാം. സർവം ജ്ഞാതം രഘുപതേ, എല്ലാം അറിയാവുന്ന ഞാൻ ദത്താപഹാരം വിനാ, കൊടുത്തത് മടക്കി മേടിച്ചാലുള്ള പാപം എന്താണെന്ന് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, എന്നാലിത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ യാത്രയായി. അപ്പോൾ അതുപോലെ നൃഗൻ്റെ കഥയിലൂടെ നമ്മൾ ദേവന് കൊടുത്തത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഖയുള്ള ആളെന്നോ യജ്ഞോപവീതമുള്ള ആളെന്നോ കൗബീനം ധരിച്ച ആളെന്നോ ഓലക്കൊട പിടിച്ച ആളെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എപ്പോഴാണോ ബ്രാഹ്മണ്യം എന്നുള്ള പറയുന്ന സ്വഭാവം, അതിന് അനേക ഗുണങ്ങളാണ്. ആ ബ്രാഹ്മണൻ്റെ കഥയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥയായിട്ട് സുധാമാചരിതമായിട്ട് പറയുക. അങ്ങനെ ഭഗവാൻ നൃഗന് തൻ്റെ ശാപമോക്ഷം കൊടുത്തു. പിന്നീട് സാമ്പൻ എന്ന് പറയുന്നതായിട്ടുള്ള ഭഗവാന്റെ ജാമ്പവതി പുത്രൻ, അത് ദുര്യോധനൻ്റെ മകളെ വിവാഹം കഴിക്കാൻ, അത് സാധാരണ ഗുരുവായിട്ടുള്ള ആളാരാണ്? ബലരാമസ്വാമി, ദുര്യോധനൻ്റെ ഗുരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഗതായുധത്തിൽ ഗുരുവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ശ്രീകൃഷ്ണ നീ പോയാൽ വേണ്ട പോലെ സംസാരിക്കില്ല, ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രോചനയെ ചോദിക്കാൻ വേണ്ടി, ദുര്യോധനപുത്രിയെ ചോദിക്കാൻ വേണ്ടി ഏട്ടൻ തന്നെ പൊയ്ക്കോളൂ, കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ഏട്ടനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞയച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴോ ഉഗ്രസേന മഹാരാജാവിൻ്റെ ശാസനയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. സാമ്പനെ രോചനയെ വിവാഹം കഴിച്ചു കൊടുക്കൂ. അത് കേട്ടപ്പോൾ യാദവന്മാർക്ക് എവിടെയാ രാജ്യാധികാരമുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് ദുര്യോധന മഹാരാജാവ് കുറച്ച് മോശമായിട്ട് സംസാരിച്ചു. ഓ അങ്ങനെയോ, ആദ്യം നീ എന്നെ വന്ദിക്കും ആദരിക്കുമെന്നൊക്കെയാണ് വിചാരിച്ച്. സ്വഭാവം എങ്ങനെയാണെന്ന് കേട്ടപ്പോൾ തൻ്റെ ഹലമെടുത്തുകൊണ്ട് ആ ഇരിപ്പിടത്തെ ഒന്നും ഇങ്ങോട്ട് വലിച്ചു. ഹസ്തനാപുരം അങ്ങനെ യമുനാ നദിയിലേക്ക് പോകുന്നുണ്ടോ തോന്നി. ഉടനെ തന്നെ ദുര്യോധന മഹാരാജാവ് നമസ്കരിച്ചു. ഗുരുവിനെ നമസ്കരിച്ച് എന്താ വേണ്ടത് വെച്ചു. ഇതല്ലേ കിട്ടേണ്ടത്, കിട്ടിയാലേ തോന്നേണ്ടത് തോന്നുന്നു നിനക്ക്. ഇപ്പോൾ ഇത് ആദ്യം പറഞ്ഞത് ഞാൻ എന്താ, എൻ്റെ ശാസന എന്നല്ല പറഞ്ഞത്, ഉഗ്രസേന മഹാരാജാവിൻ്റെ ശാസനയെ സ്വീകരിക്കാനാ. ഉഗ്രസേന മഹാരാജാവ് ഒന്നും വരണ്ട, ഞാൻ വന്നാൽ പോരെ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് രോചനയെ കൊടുക്കണം. അങ്ങനെ സാമ്പനെ വിവാഹം കഴിച്ചു കൊടുത്തതായിട്ടുള്ള സാമ്പ വിവാഹത്തെക്കുറിച്ചു, ഹസ്തനാകർഷണത്തെക്കുറിച്ച് പറഞ്ഞു. ശ്രീനാരദ മഹർഷി ഭഗവാന്റെ
ഗൃഹത്തിൽ ഭഗവാനെ പരീക്ഷിക്കാൻ ഓരോ ഗ്രഹങ്ങളും ഭഗവാനുണ്ടോ എന്നറിയാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഭഗവാൻ ഓരോ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടികൾക്ക് ധർമ്മോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്നു, മഹാബ്രാഹ്മണരായിട്ട് സത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു, രാജ്യഭരണ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രീനാരദ മഹർഷി എവിടുന്നും ഭഗവാൻ എവിടെയാളുള്ളതെന്ന് വെച്ചാൽ സകല സ്ഥലത്തും ഭഗവാനുണ്ട്. അങ്ങനെ നാരദനെ ഒരു ദർശനം കൊടുത്തു ഭഗവാൻ. പിന്നീട് ആണ് ഓരോ രാജസഭയിലേക്കും ഭഗവാൻ വരുന്നതിന് മുമ്പ് ഭഗവാന്റെ ഒരു ദിവസത്തെ ദിനചര്യകളെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണൻ പ്രഭാതത്തിൽ നേരത്തെ ഉണരും, എന്നിട്ടോ ദേഹശുദ്ധി വരുത്തി ആത്മധ്യാനം ചെയ്യും, സന്ധ്യാവന്ദനം ചെയ്യും. അത് കഴിഞ്ഞിട്ടോ ഭഗവാൻ നല്ല വസ്ത്രാലങ്കാരങ്ങളെല്ലാം ചെയ്യും, നൂതന വസ്ത്രങ്ങൾ നൂതന മാലകളെല്ലാം ധരിക്കും, നിലക്കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കും, എന്നിട്ട് തന്നെ ഒന്ന് നോക്കും. സർവാലങ്കാര വിഭൂഷിതനായിട്ടുള്ള ഭഗവാൻ ഭക്ഷണപര്യന്തം എവിടേക്ക് വരും? നേരെ രാജസഭയിലേക്ക് വരും. അങ്ങനെ ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജസഭയിലേക്ക് ഉദ്ധവൻ, സാത്വികി മുതലായിട്ടുള്ള അനേക തൻ്റെ അനുചരന്മാരോടുകൂടി വന്ന് ഉഗ്രസേന മഹാരാജാവിൻ്റെ തൊട്ടടുത്ത് അവിടെ ഇരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഗീതം, നൃത്തം, വാദ്യം മുതലായിട്ടുള്ളതെല്ലാം ഉണ്ടാവും രാജസഭയിൽ. ശ്രീകൃഷ്ണ ഭഗവാനുണ്ടെങ്കിൽ എല്ലാം വളരെ കേമാണ്. എന്താ കാരണം? 64 കലകളും അറിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ഭഗവാന്റെ മുമ്പിൽ തൻ്റെ നൃത്ത, ഗീത, വാദ്യങ്ങളെല്ലാം വേണ്ടതുപോലെ അവതരിപ്പിക്കും. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ രാജ്യസഭ പിരിയുമ്പോൾ ചോദിക്കും, സങ്കടക്കാരുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഒരു ബ്രാഹ്മണൻ വന്ന് പറയുന്നത്, സങ്കടമുണ്ട്. ഉടനെ തന്നെ ശ്രീനാരദ മഹർഷിയും വന്നു. രണ്ടാളും വന്ന് ഭഗവാനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഒരാൾ പറയുന്നത്? നരകാസുരൻ്റെ കാരാഗൃഹത്തിൽ, ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ അനേക രാജാക്കന്മാർ ബന്ധിതരായിട്ടുണ്ട്. അപ്പോൾ അവരെ മോചിപ്പിക്കണം, അത് അങ്ങ് ഒന്ന് ചെയ്തു തരണം. അവരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാർ ജരാസന്ധ ഭയത്തിൽ മരണത്തെ വരിക്കാൻ കാത്തിരിക്കുന്നവരെ അങ്ങേ ആശ്രയിക്കുകയാണ്. ഭഗവാനെ അവരെ രക്ഷിക്കൂ. സങ്കടം അവരുടെയാണ്, രാജാക്കന്മാരുടെയാണ്. രാജാക്കന്മാർ വേണ്ടതുപോലെ രാജ്യം ഭരിച്ചാലേ ബ്രാഹ്മണർക്ക് യജ്ഞക്രിയകൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അവരെ തുറന്നു വിടണം ജരാസന്ധൻ്റെ ബന്ധനത്തിൽ നിന്ന്. ശ്രീനാരദ മഹർഷി പറഞ്ഞു, ധർമ്മയാഗം പോലെ യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയം എന്നൊരു യാഗം ചെയ്യുന്നുണ്ട്. അതിലേക്ക് അങ്ങേ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് വന്ന് യാഗത്തെ മംഗളമായിട്ട് അനുഗ്രഹിച്ച് അഗ്രപൂജ ഏറ്റുവാങ്ങണം. ഇതാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആഗ്രഹം. 2 ആഗ്രഹങ്ങൾ ഒരേ സമയത്ത് രണ്ടാൾ പറഞ്ഞപ്പോൾ ഭഗവാൻ തീരുമാനം എടുക്കാറിയാണ്ടല്ല. ഭഗവാൻ ഞാനെടുത്തു എന്ന് പറയേണ്ടതെന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഉദ്ധവൻ തൻ്റെ സതീർത്ഥ്യന് മന്ത്രിയുമാണ്. അതുകൊണ്ട് ബുദ്ധിസത്തമാ ദേവലോകത്ത് പോയി ഉപരിപഠനം ചെയ്തിട്ടുള്ള ഉദ്ധവൻ പറഞ്ഞു, 2 കാര്യവും ഒരേ സമയത്ത് ചെയ്യണം. ഭഗവാൻ മുമ്പേ ഒരിക്കൽ മാനേജ്മെൻറ്റ് വ്യവസ്ഥ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? മഹാഭാരത യുദ്ധത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് അർജുനനെ പറഞ്ഞേക്കും ആ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി ചോദിക്കാൻ. അപ്പോഴാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് ദുര്യോധനെ പറഞ്ഞേക്കുന്നത്. രണ്ടാളും അടുത്ത് വന്നു. ഭഗവാൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പാദഭാഗത്ത് അർജുനൻ ഇരുന്നു, ശിരോഭാഗത്ത് വലിയ പീഠത്തിൽ ദുര്യോധനൻ ഇരുന്നു. ഭഗവാൻ ഉണർന്നപ്പോൾ ആദ്യം അർജുനെ കണ്ടു. എന്താ അർജുന വന്നതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഏട്ടനപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനോട് കണ്ടപ്പോൾ ദുര്യോധന മഹാരാജാവ് എപ്പോഴാണ് എത്തിയത്? സുയോധന, എന്താണ് വന്ന കാര്യം? അപ്പോൾ പറഞ്ഞു, ഇല്ല, മഹാഭാരത യുദ്ധത്തിൽ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞയച്ചതാണ്. അർജുന മഹാശയനോ? ഏട്ടനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ രണ്ടുപേരും ഒരേ ആഗ്രഹം പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആദ്യം ഞാൻ കണ്ടത് അർജുനനെ. മാത്രമല്ല പ്രായം കൊണ്ട് ചെറിയവനും അവനാണ്. കുട്ടികളായിട്ടുള്ള ആൾക്കാർക്കല്ലേ അതൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അർജുനൊരു ഓപ്ഷൻ വയ്ക്കാം. എന്താണ് നിനക്ക് വേണ്ടത് യുദ്ധത്തിൽ? ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അർജുന മഹാശയൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ദുര്യോധനൻ വിചാരിച്ചു, ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആൾ, യുദ്ധത്തിൽ ആരുടെയും പക്ഷം ചേരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അങ്ങനെ ആൾ യുദ്ധത്തിൽ കിട്ടിയിട്ട് എന്താ കാര്യം? ശ്രീകൃഷ്ണനെ അർജുനനെ എടുത്തപ്പോൾ പറഞ്ഞു, എൻ്റെ യാദവ സൈന്യമുണ്ട്, ആയുധധാരികളായിട്ടുള്ള എൻ്റെ യാദവ സൈന്യമുണ്ട്. ദുര്യോധന മഹാരാജാവ് പറഞ്ഞു, അതാണ് എനിക്ക് വേണ്ടത്, ആയുധധാരികളായിട്ടുള്ള നാരായണ സൈന്യങ്ങളെയാണ് എനിക്ക് വേണ്ടത്. അവിടെ അതെടുത്തോളൂ. ധൃതരാഷ്ട്ര മഹാരാജാവരുടെ മകൻ വന്ന് പറഞ്ഞു, നമുക്ക് വേണ്ടതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നോ തന്നോ സൈന്യമെല്ലാം നമുക്കായി, നിന്നോ കണ്ണൻ പാണ്ഡവന്മാർക്കുമായി, അന്നേ തീർന്നു മേ ജയാശ. എന്നാണോ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാർക്ക് അരുമയായിട്ട് നിന്നത്, അന്നേ തീർന്നു മേ ജയാശ. മേ എന്ന് പറഞ്ഞാൽ എൻ്റെ ജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അവിടെ തീർന്നു. എൻ്റെ പുത്രൻ അത്ര ബുദ്ധിയില്ലാത്തവനാണ്. ആയുധങ്ങളുണ്ടായിട്ടോ സൈന്യങ്ങളുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. ആർക്കറിയാം? കണ്ണു കാണാത്ത മഹാരാജാവിന് ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാം. എന്താണ് വേദവ്യാസൻ പോലും പറയുന്നത്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവ നീതിർമ്മതിർമ്മമ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകതയാണ്. അതുകൊണ്ട് ഭഗവാൻ ആയുധമില്ലാത്ത ആളല്ല, ആയുധം
എടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷ്മർക്ക് വേണ്ടി ഭഗവാൻ ആയുധെടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെയാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മഗധയിലെ രാജാവിൻ്റെ അടുത്തേക്ക് രാജസൂയത്തിന് വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്തു? ദിഗ്വിജയം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളെല്ലാം എവിടെയാണ് വെക്കേണ്ടത്? പത്നിമാരായിട്ടുള്ളവർക്ക് ഉടുക്കാനും ഇരിക്കാനും പല സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം അവിടെ മാറ്റി വെച്ചോളൂ. ഇവിടെ ഭഗവാന്റെ പത്നിമാർക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ദ്രൗപദി അവരെയൊക്കെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് ഭസ്മവും രുദ്രാക്ഷമൊക്കെ തരണം കേട്ടോ. അതെന്താണ്? അല്ല, അത് അർജുനനെ കൊണ്ടുപോകാനാണ്. അത് കേട്ടപ്പോൾ ധർമ്മപുത്ര മഹാരാജാവിന് പരവശത. എന്താണ്? മുമ്പേ ഒരിക്കൽ സന്യസിക്കാൻ പോയിട്ടുള്ള ആൾ വരുമ്പോഴാണ് ആരെയും കൊണ്ടുവന്നത്? വേഷം കെട്ടി വരുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ പെങ്ങളാകുന്ന സുഭദ്രയെ കൊണ്ടുവന്നത്. പിന്നീടാണ് ഒരിക്കൽ സന്യസിക്കാൻ പോയപ്പോഴാണ് ഉലൂബിയിൽ ഈ രാവൻ ജനിച്ചു എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അതുപോലെ സന്യസിക്കാൻ പോയാൽ ഇനിയിപ്പോൾ ആരെയും കൊണ്ടുവരികയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ധർമ്മപുത്ര മഹാരാജാവിന് പരവശത. പറഞ്ഞേ, അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? ജരാസന്ധൻ്റെ മഗധയിലേക്ക് പോകുമ്പോൾ ഭീമനും അർജുന മഹാശയനും ശ്രീകൃഷ്ണ ഭഗവാനും ചെന്നു. അവിടെ നിത്യം ദാനം ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ക്യൂ നിൽക്കുമ്പോഴാണ് ചോദിക്കുന്നത്, കൃഷ്ണൻ നീ വന്നൂല്ലേ? എന്താണ് കൃഷ്ണനോട് അങ്ങനെ ചോദിക്കാൻ കാരണം? 17 അവിടെ യുദ്ധം ചെയ്തിട്ട് മൂടിപ്പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനാ വന്നത്? അല്ല, ഒരു കാര്യം ഈ ആഗ്രഹം ഉണ്ടായെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരൊക്കെ ആരാണ്? അതെ, ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. അങ്ങനെ തൻ്റെ ഭ്രാതാക്കളെയൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു, അവർക്ക് എന്താ വേണ്ടത്? എനിക്കല്ല, അവർക്ക് വേണം രണഭിക്ഷ വേണം, യുദ്ധം ഭിക്ഷയായിട്ട് വേണം. നിന്നോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, അവസാനം ഓടിപ്പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേണ്ട. ബലഭദ്രസ്വാമി പോലും ചോദിച്ചു, എന്തിനാ അങ്ങനെ ജരാസന്ധനെ മാത്രം ബാക്കി വയ്ക്കുന്നത്? അവനെ കൊന്നാൽ പോരെ? അപ്പോൾ പറഞ്ഞു, ഭൂമിയിൽ കുറച്ച് സമയമേ ഏട്ടാ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദുഷ്ടന്മാരെയും ആരെ കൂടെ കൂട്ടും? ജരാസന്ധൻ കൂടെ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് അയാളെ വിട്ടാൽ മതി, എല്ലാ ദുഷ്ടന്മാരും നമ്മുടെ മുമ്പിലേക്ക് വന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിടുന്നത്. അങ്ങനെ ജരാസന്ധനെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഗധയിൽ താൻ തന്നെ ചെല്ലാനിടവന്നത്. അപ്പോൾ പറഞ്ഞു, ഈ അർജുനൻ കൃഷഗാത്രൻ രുചിബുദ്ധിയുള്ള എന്നോട് യുദ്ധം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ ഒരടി പോലും താങ്ങില്ല. പക്ഷെ അർജുനൻ്റെ ബലം ആർക്കറിയാം? ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാം. ഭീമസേനനെ പോലും മറച്ചിട്ടുള്ളതാണ് അർജുനൻ്റെ ശക്തി, കരുത്ത്. മാത്രമല്ല 5 മുതലകളെ ഒരുമിച്ച് കാലിൽ പിടിച്ചപ്പോൾ അവരെ കുടഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി. ജലജീവികളായിട്ടുള്ള ഞങ്ങൾക്ക് കൊണ്ട് എല്ലായ്പ്പോഴും അനുഗ്രഹം ഉണ്ടാവുന്നതുകൊണ്ട് വെള്ളത്തിൽ പോയാൽ നിങ്ങൾക്ക് ഒരു ആപത്തും വരില്ല. അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ള ആളാണ്. ശ്യാമ, കങ്ക മുതലായിട്ടുള്ള 5 ദേവകന്യകമാർ മുതലയുടെ രൂപത്തിൽ ശാപമേറ്റ് കിടക്കുമ്പോൾ അർജുന മഹാശയൻ്റെ പാദങ്ങളിൽ പിടിച്ചപ്പോൾ ഒരു കുടച്ചലിനെ അവരെയൊക്കെ കരയിലേക്ക് വലിച്ചിട്ടു. അത്ര ശക്തനാണ്. 5 മുതലകളെയും ഒരുമിച്ച് കരയിലേക്ക് വലിച്ചിട്ടപ്പോൾ അവർ വേഗം മുക്തി വന്ന് തൊഴുതു. ക്ഷത്രിയൻ്റെ താഠനമേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുക്തി കിട്ടുന്നതാണ്. അതുകൊണ്ട് അർജുന മഹാശയനെ അവർ അനുഗ്രഹിച്ചിട്ടാണ് പോയത്. ഭഗവാൻ അറിയാം ശക്തനാണ് അർജുനൻ. പക്ഷേ അവൻ വേണ്ട എന്ന് പറഞ്ഞു. ഭീമസേനൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭീമസേനനെ ജരാസന്ധൻ്റെ യുദ്ധത്തിലെ ഗദായുധത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഭഗവാൻ അനുഗ്രഹിച്ചു. അട്ടിക്കൊണ്ട് വേദനിച്ചതായിട്ടുള്ള പ്രാണനെ കൊണ്ട് ഒരു ദിവസം ഉറങ്ങുമ്പോൾ, 2 പേരും ഒരേ ഗൃഹത്തിലാണ്, ഒരുമിച്ചുണ്ടും ഉറങ്ങിയും കഴിയുന്നവരാണ്. വെളിച്ചാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങും, വൈകുന്നേരം ആകുമ്പോൾ നിർത്തും. കിടപ്പും ഇരിപ്പും കുളിയൊക്കെ ഒരേപോലെയാണ്, ഭക്ഷണമൊക്കെ. പക്ഷേ ഒരു ദിവസം രാത്രി കൃഷ്ണഭഗവാന്റെ അടുത്ത് വന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് അട്ടിക്കൊണ്ടിട്ട് വയ്യാട്ടോ, അപ്പോൾ ഇന്ന് ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ തൻ്റെ സുഷുപ്തമായിട്ടുള്ള യോഗശക്തിയിൽ ദേഹത്തെല്ലാം തലോടി ശക്തി വരുത്തി. അങ്ങനെ ആ ബലം കൊണ്ട് തിരിച്ചുപോയി. എന്ന് പറഞ്ഞു, യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുമ്പോൾ എന്നെ നോക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞു, എത്രയോ പ്രാവശ്യം നോക്കി, കൃഷ്ണൻ എന്നെ നോക്കാറില്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയണു, യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുമ്പോൾ എന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭീമസേനൻ അടികൊണ്ട് വയ്യാണ്ടാവുമ്പോൾ എങ്ങനെയാണോ ബാലിയുടെ ഇടികൊണ്ട് സുഗ്രീവൻ വയ്യാണ്ടാവുമ്പോൾ ശ്രീരാമനെ നോക്കുക, അതേപോലെ ഭീമസേനൻ പതുക്കെ അങ്ങനെ നോക്കി. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ട് അർജുനനോട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ദണ്ടെടുത്ത് അതിനെ പിളർന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. ഇത് കണ്ടപ്പോൾ മനസ്സിലായി, ഇങ്ങനെയാണ് ജരാസന്ധനെ ചെയ്യേണ്ടത്. ജരാസന്ധനെ അടിച്ചു വീഴ്ത്തി ഉടനെ എന്ത് ചെയ്തു? ഒരു പാദങ്ങളിൽ പാദം വെച്ച് അമർത്തി മറ്റേ കരം കൊണ്ട് മറ്റേ കാലിനെ പിടിച്ച് പൊളിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തെ അങ്ങോട്ടും ഇട്ടു, ഒരു ഭാഗത്തെ ഇങ്ങോട്ടും ഇട്ടു. ഇങ്ങനെ ജരാസന്ധൻ്റെ ജരസന്ധിക്കുന്നവനായതുകൊണ്ട്, അവൻ്റെ അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അവൻ എത്ര അടിച്ചു വീഴ്ത്തിയാലും എണീക്കും. അപ്പോൾ ജരാസന്ധൻ്റെ 2 ശരീരഭാഗങ്ങൾ 2 ജരകളെ, ജരാവായുക്കളെ ഒന്നിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിന് 2 ഭാഗത്തേക്കായിട്ട് വലിച്ചെറിഞ്ഞു. അങ്ങനെ മഗധയിലെ ജരാസന്ധനെ മോചിപ്പിച്ചപ്പോൾ അനേക രാജാക്കന്മാർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും വരുന്നത്. അവരെല്ലാം ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാം രാജസൂയത്തിൽ പങ്കെടുക്കാൻ വരൂ, ധർമ്മപുത്ര മഹാരാജാവിൻ്റെ രാജസൂയത്തിൽ. അപ്പോൾ അവർ ഭഗവാനെ രക്ഷിച്ചത് തൻ്റെ രാജ്യത്തിന് എല്ലാവിധത്തിലുള്ള വിഭവങ്ങളും കൊണ്ടുവന്ന് 4 കവാടങ്ങളിലൂടെ അത്യത്ഭുതമായി രാജസൂയം ഭംഗിയാവാൻ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകൾക്കും രാജാക്കന്മാർ തന്നെ തയ്യാറായി.
സകല നാട്ടുരാജാക്കന്മാരും അവരവരുടെ രാജ്യങ്ങളിൽ നിന്ന് സകല വിഭവങ്ങളും ധർമ്മോത്തര രാജസൂയത്തിന് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ തന്നെ മഗധയെ ദിഗ്വിജയം ചെയ്തുകൊണ്ട് രാജസൂയത്തിൽ വന്നപ്പോഴാണ് ശിശുപാലൻ ഭഗവാനെ നിന്ദിക്കാൻ വേണ്ടി അഗ്രാസനത്തിൽ പൂജ കഴിക്കുമ്പോൾ പറയുന്നത്. അങ്ങനെ ഭഗവാൻ തൻ്റെ ഒറ്റ ആയുധം കൊണ്ട് 100 തെറ്റുകളും ചെയ്തതായ ആ ശിശുപാലനെ അവിടെ വെച്ച് നിഗ്രഹിച്ചു. ഭഗവാനെ അഗ്രാസനത്തിരുത്തി പൂജ ചെയ്തു. അങ്ങനെ ഭഗവാന്റെ രാജസൂയം എന്നുള്ള അത്യത്ഭുതമായിട്ടുള്ള ഭാഗത്തെ പിന്നെ സാല്വൻ, അതിനെ ബലഭദ്രസ്വാമിയുടെ ചെയ്തികളും ഇതിലേക്ക് പറയണ്ടേ. അതുകൊണ്ട് പരീക്ഷിത മഹാരാജാവ്, സാല്വൻ, ദിവിതൻ, അംഗതൻ, മൈന്ദൻ, ജാമ്പവാൻ മുതലായിട്ട് സുഗ്രീവൻ്റെ മന്ത്രിമാരാണ്. അവയിൽ ഒരാൾ ശാപമോക്ഷം കിട്ടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ബലഭദ്രസ്വാമിയും തൻ്റെ പത്നിയാകുന്ന രൈവതീ ദേവിയും കൂടിയിട്ട് യമുനാതടത്തിലേക്ക് പോയപ്പോൾ ഒരു കുരങ്ങൻ ദേഹത്തിലേക്ക് തന്നെ പച്ച ഇലകളും കായകളും എല്ലാം കടിച്ചു തുപ്പി തൻ്റെ നഗ്നഭാഗങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് വികൃതമായിട്ടുള്ള ആംഗ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ദേഷ്യം വന്നു ബലഭദ്രസ്വാമിക്ക്. തൻ്റെ ഹലായുധനായിട്ടുള്ള ആൾ തൻ്റെ ഉലക്കെടുത്തുകൊണ്ട് ആ ദ്വിവിതൻ്റെ മണ്ടയ്ക്കൊന്ന് കൊടുത്തു. അങ്ങനെ ആ ദ്വിവിധ വധം ചെയ്തു. അതുപോലെയാണ് കാശിരാജാവ്, ജരാസന്ധൻ്റെയൊക്കെ ബന്ധുവായിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തായിട്ടുള്ള ആൾ. അദ്ദേഹം വലിയ ഗോളരൂപത്തിലാണ്, അദ്ദേഹത്തിൻ്റെ ആകാശപഥത്തിലൂടെയാണ് വന്ന് യുദ്ധം ചെയ്യുക. അപ്പോൾ ഭഗവാനാകട്ടെ എവിടെയാണുള്ളത്? ഇന്ദ്രപ്രസ്ഥത്തിൽ. പ്രദ്യുമ്നാണ് യുദ്ധത്തിന് പോയത്. അങ്ങനെ ആ പ്രദ്യുമ്നൻ യുദ്ധത്തിൽ അപകടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ദ്വാരകാപുരിയിലേക്ക് എന്തോ ദുസ്സൂചകമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അങ്ങനെ ആ സ്തോപത്തെ തകർത്തുകൊണ്ട് അഗ്നിക്കിരയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തൻ്റെ അച്ഛനാകുന്ന വസുദേവരെ വധിക്കാൻ വേണ്ടി സാല്വൻ പൊറച്ച് കാശിരാജാവ് പിടിച്ചിങ്ങനെ പൊന്തിച്ച സമയത്ത് ഭഗവാൻ തൻ്റെ മനസ്സിൽ ധ്യാനിച്ചു, തൻ്റെ അച്ഛനെയാണോ? അപ്പോഴാണ് മനസ്സിലായത് മായാവിദ്യ കൊണ്ട് പ്രച്ഛൻ്റെ വേഷധാരിയായിട്ട് തൻ്റെ അച്ഛൻ്റെ വേഷം കെട്ടിയ ഒരാളെ നിർത്തിയിട്ട് കഴുത്ത് വെട്ടിയതാണ്. അപ്പോൾ ഭഗവാൻ വീണ്ടും ഉടനെ ആയുധമെടുത്തു. അങ്ങനെ ഭഗവാൻ കാശിരാജാവിൻ്റെ ശിരസ് വെട്ടി കാശിരാജ്യത്തേക്ക് വലിച്ചെറിഞ്ഞു. പത്നിമാർക്ക് പോലും മനസ്സിലായില്ല. അങ്ങനെ ദ്വാരകാപുരിയെ രക്ഷിച്ചു. ഇത്രയും കഥകൾ കേട്ടപ്പോൾ ബലഭദ്രസ്വാമിയുടെ തീർത്ഥയാത്രയെക്കുറിച്ച് ചോദിച്ചു. അതെ, അദ്ദേഹം യുദ്ധമെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇനി യുദ്ധത്തിലൊന്നും പങ്കെടുക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് തയ്യാറാക്കി നിർത്തിയേക്കാന്ന് കണ്ടപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ട ആൾ, ഭഗവാനെ വിട്ടുപോയിട്ടുള്ള ആൾ സ്വതമഹാശയനായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ശ്രീഹരയേ നമ. അങ്ങനെ പുണ്യവാനായ ബലഭദ്രസ്വാമി കേരളദേശത്തിലേക്കും തീർത്ഥയാത്ര ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷമാണ് നമുക്ക് സുധാമാചരിതം എന്ന് പറയുന്ന രംഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.